നമസ്കാരം ചെൽസി ഫാൻസ്. രണ്ടാമത്തെ വട്ടം ഇന്ന് തന്നെ. എന്നാണ് എൻ്റെ മുടീൻ്റെ അവസ്ഥ ഉണ്ട്. ട്രാൻസ്ഫർ വിൻഡോയുടെ എല്ലാ ടെൻഷനും കാണാനുണ്ട്. അപ്പോൾ ഒരു ഇറ്റ്സ് ബീൻ എ വെരി ഇവൻറ്റ്ഫുൾ ഡേ. ലാസ്റ്റ് ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ എത്ര പ്ലെയർമാരുടെ പേര് മാറി മാറി കേട്ടിട്ടുണ്ടെന്നുള്ളതിനെ കൈയും കണക്കൊന്നുമില്ല. ബട്ട് ഡെഫിനറ്റ്ലി വെരി വെരി എക്സൈറ്റിംഗ് ട്രാൻസ്ഫർ ഡേ ആൻഡ് വെൽക്കമിങ് ഓൺ ടു ദ സ്ട്രീം ഗിരീഷ് ബ്രോ. താങ്ക് യു ഫോർ ജോയിനിങ്. ആൻഡ് അജിത്തേട്ടാ, വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു. ഡൺ. ഫസ്റ്റ് ന്യൂസ് പോവാ. എൽവാറസിനൊക്കെ നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തു മുന്നത്തെ സ്ട്രീമിൽ. ഗിരീഷ് ബ്രോ, യുവർ തോട്ട്സ് ഓൺ ദ ലേറ്റസ്റ്റ് നെയിം. നമ്മളിപ്പോൾ ചെൽസി ട്വിറ്ററിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പേര് ഡെന്നിസ് സക്കറിയ. ഡു യു തിങ്ക് ഹീസ് എ ഗുഡ് ഡീൽ? ഒരു പാനിക് ബൈ ആണോ നിങ്ങളുടെ അഭിപ്രായം? പാനിക് ബൈ തന്നെയാണ്. ലൈക്ക് ഹീസ് നോട്ട് ഈവൻ അവർ ഫസ്റ്റ് ടു ഓപ്ഷൻസ് അല്ലേ, ഒരു തേർഡ് ഓപ്ഷൻ പോലെ നമ്മൾ നോക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സ്ലൈറ്റ്ലി വറിങ്. ആൻഡ് 2 വർഷം മുമ്പ് ഐ തിങ്ക് വി ഹാഡ് സ്റ്റിൽ സ്കൗട്ടഡ്. ആ സമയത്ത് നല്ലൊരു ടാലന്റ് ആയിരുന്നു. ബട്ട് സിൻസ് ദെൻ ഇഞ്ചറി പ്രോൺ ആൻഡ് എന്താണ് നോട്ട് ഏബിൾ ടു സിമെന്റ് ദാറ്റ് ഫസ്റ്റ് ടീം സ്പോട്ട് ഇൻ യുവെന്റസ്. ഒബ്വിയസ്ലി വെക്കനി പോലത്തെ ആളുകളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഇസ്, ലൈക്ക് ഇഫ് യു ആർ അപ്പ് ആൻഡ് കമ്മിങ് ആൻഡ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സിമെന്റ് എ സ്പോട്ട് ആ ഒരു യുവെന്റസ് ടീമില്, it is slightly worrying, especially അങ്ങനെ പോലെ സ്ലോ ലീഗില്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇസ് ഈവൻ എ നാച്ചുറൽ DM. അതും ഒരു ഉറപ്പില്ല, ആ ഒരു അറ്റ്ലീസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്നില്ല. സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് ബിറ്റ്. ഇറ്റ്സ് സ്ലൈറ്റ്ലി വറിങ്. ഒരു സൗൾ ബൈ പോലെ ഉണ്ട്. നേരത്തെ ഇപ്പൊ ഒരു ട്വിറ്ററിൽ ഒരാൾ പറഞ്ഞേ ഉള്ളൂ, ഇറ്റ്സ് ലൈക്ക് സൗൾ അഗൈൻ, ഓൾ ഓവർ അഗൈൻ. അരിയും ബ്രോ, ആ ഒരു അഭിപ്രായം ഉണ്ടോ? അതായത് ഒരു സൗൾ ആവോ അതോ ഡു യു തിങ്ക് സക്കറിയ ആളുടെ ഒരു പഴയ ക്വാളിറ്റി വെച്ചിട്ട് എവിടെയോ ഒരു ശബ്ദം എന്ത് കേൾക്കുന്നുണ്ടോ? ഓക്കെ മറ്റേ ജക്കറിയുടെ ഒരു പഴയ ക്വാളിറ്റി വെച്ച് ഡു യു തിങ്ക് ഹി കൻ ബി എ ഗുഡ് സൈനിങ് ഫോർ ചെൽസി? I think Girish പറഞ്ഞപ്പോൾ തന്നെ it looks like a panic buy. Like Liverpool, they're going for Adar Melo. So it seems like that is also panic buy for sure. And എനിക്ക് മനസ്സിലാവാത്തത് why it has come to this. കാരണം നമുക്ക് നേരത്തെ ഒരു DM-നെ നോക്കി സ്കൗട്ട് ചെയ്ത് വാങ്ങാനുള്ള ടൈം we had like a 2-month window. Definitely പുതിയ regime-ആണ്, പുതിയ ഓണേഴ്സ്-ആണ്. പക്ഷേ തോമസ് ടൂക്കൽ should have known better there. I mean, that's one criticism I have. Karnam, we knew all along about Kante and Kovacic, their injury scenes. So if you look at that, I feel that we should have, known before and gone before. And Girish Varnale, agree that injury-prone player, not proven player at the moment. And if you go for it, I hope it doesn't go through. And mainly because I want Billy Gilmore to stay and play. But that also seems unlikely, and we have already seen the news of Ampudu joining on loan, so that is also a very good option that we are missing. Yes, a DM option or a CB option, mainly a DM option, because that's where we need a player right now. So things don't look very good for the DM position. Mohammed bro, welcome to the stream. Hi guys. പിന്നെ ഇതന്നെ എൻ്റെ അഭിപ്രായം. മറ്റേ ഇത്രയും കാലം തോമസ് ടൂക്കൽ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മിഡ്ഫീൽഡ് ഇത്രയും പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, വി ആർ ഫൈൻ, വി ആർ സോർട്ടഡ് ഇൻ മിഡ്ഫീൽഡ്, അത്യാവശ്യം പ്ലേയർമാരുണ്ട് പറഞ്ഞ് പെട്ടെന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എവിടെ ഒരു DM ഉണ്ടോ ഫിഫയിൽ ഫിൽട്ടർ അടിച്ച് തപ്പുന്ന പോലെ എല്ലാ ലീഗിലും പോയി തപ്പുന്നുണ്ട്. അപ്പോൾ ഡു യു തിങ്ക് ഇതൊരു ഇഞ്ചുറീസ് ഇല്ലെങ്കിൽ കഴിഞ്ഞ കളികൾ കണ്ട് ടുക്കലിന് തോന്നിയതായിരിക്കോ അതോ എന്താ പറയുക ഇത്രയും കാലം ട്രൈ ചെയ്ത് കിട്ടാൻ ലേറ്റ് ആയതാണോ? എന്നോടാണോ? അതെ നിങ്ങളോട് തന്നെ. ഓക്കെ, സോറി. ഇതിപ്പോ ആക്ച്വലി പാനിക് ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഓൾറെഡി ഇപ്പൊ റൂബൻ ലോഫ്റ്റസ്-ചീക്സും കൂടെ RLCയും കൂടെ ഇഞ്ചർ ആയ സ്ഥിതിക്ക്, കാരണം ഇനിയിപ്പോ ഓപ്ഷൻസ് ഇല്ല മൂപ്പരെ സംബന്ധിച്ചോളം. അപ്പോൾ ആ ഒരു ഡിഫൻസീവ് റോളിൽ, കാരണം ജോർജിനിയോ ആണെന്നുണ്ടെങ്കിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കണേണ് ഓരോ കളി വരുന്നോറും. കാരണം അതിന് പറ്റിയൊരു പാർട്ണർ ഇല്ലാത്ത സമയത്തോളം എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ആൻഡ് പെട്ടെന്നൊരു സിസ്റ്റം ചേഞ്ചും കാര്യങ്ങളും അതിന്റെ അഡാപ്റ്റേഷൻ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു ടാർഗറ്റ് വേണം. പക്ഷെ ഇത്ര ലേറ്റിന്റെ വിൻഡോയിൽ പോയതിലാണ്. കാരണം നമുക്ക് ഓൾറെഡി മിഡ്ഫീൽഡിലെ ഇഷ്യൂ നേരത്തെ നമ്മളെല്ലാവരും കുറെ ചർച്ചകളിലും കാര്യങ്ങളും പറഞ്ഞാണ്. പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. ബട്ട് ഫ്രം അവർ സൈഡ് ആസ് എ ഫാൻസ് പോയിന്റ് നമ്മൾ നേരത്തെ തൊട്ട് എന്താണ് ഇത് കൺസേൺ ഉള്ളൊരു ഏരിയയാണ്. നേരത്തെ കുറച്ചും കൂടെ മുമ്പ് നമുക്ക് ആക്ട് ചെയ്യാമായിരുന്നു. ഈ പറഞ്ഞ പോലെ അൽവാരസ് ഒക്കെ ഓൾറെഡി നേരത്തെ വിൻഡോയില് അവൈലബിൾ ആയിരുന്നു.
അതാണ് മറ്റേ അയാക്സിൽ അതും ഒരു റൈറ്റ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ഡീൽസ് ആർ പോസിബിൾ. ഇപ്പൊ എത്ര പേര് അവിടെ നിന്ന് പോയി. മറ്റേ ആന്റണീനെ അവർ ഫസ്റ്റ് ഇതേപോലെ പിടിച്ചു വെച്ചാണ്, എവിടെയും പോകാൻ പറ്റില്ല, 150 million എന്നൊക്കെ പറഞ്ഞ് അവസാനം യുണൈറ്റഡ് കെയിം വിത്ത് എ ഡീസെന്റ് ബിഡ്. അത് മേ ബി ഓവർ പ്രൈസ്ഡ് തന്നെ ആയിരിക്കാം. ഗേഷ് ബ്രോ, മൂവിങ് ഓൺ ടു ഡിപ്പാർച്ചേഴ്സ്. ഇപ്പോൾ കുറച്ചേരം മുന്നേ നമ്മൾ നല്ലപോലെ ഒന്ന് ട്വിറ്റർ തുറന്നില്ല, എൻ്റെ രോദനം മാത്രമേ കാണുള്ളൂ, ബില്ലി ഗിൽമർ പോയി എന്നുള്ളത്. ബട്ട് ഹൗ ഐ സീ ഇറ്റ് ഇസ്, വി ഓൾറെഡി ന്യൂ ഹി വാസ് ഗോയിങ് ടു ലീവ്. ഇത്രയും കാലം ടുക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, മിഡ്ഫീൽഡ് ഇത്ര വലിയ ഹോള് കണ്ടാലും ഗിൽമറിന് ഒരു പ്ലേസ് ഇല്ല. സോ ഡു യു തിങ്ക് ദിസ് റിയാക്ഷൻ ഈസ് ജസ്റ്റിഫൈഡ്? ഈ ഫാൻ ബേസിന്റെ ഇപ്പോഴത്തെ ഒരു സങ്കടമൊക്കെ, എന്റെ ഇല്ല, സങ്കടം കൂടെ ഒരു ഐ എം ട്രൈങ് ടു ഫൈൻഡ് സം ജസ്റ്റിഫിക്കേഷൻ ദർ. ബട്ട് ഒബ്വിയസ്ലി എല്ലാവരും ഒരു ഫാൻ ഫേവറേറ്റ് ആണ്, സ്പെഷ്യലി ആ സ്റ്റാർട്ടിംഗിലത്തെ ലിവർപൂൾ എവർട്ടന്റെ എതിരെയുള്ള മാച്ചസ്. ലൈക്ക് ദാറ്റ് വാസ് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ആ ഒരു ഡെബ്യൂ എനിക്ക് തോന്നുന്നു റീസെന്റ് ടൈംസിൽ ആരുടെ കണ്ടിട്ടില്ല. സോ ആൻഡ് ഒബ്വിയസ്ലി ആഫ്റ്റർ ദാറ്റ് ഒരു ഫോം ഡിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയൊരു മെച്ചപ്പെടുത്ത പ്രശ്നം കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇറ്റ് വാസ് മെയിൻലി ദോസ് 2 games that brought Willie Gilmore to the fame. And ആ ഒരു ടാലന്റ് ഉണ്ട്, അത് ഉറപ്പാണ്. ലൈക്ക് there is no questioning that. ബട്ട് ദർ വാസ് ഓൾവേസ് അറ്റ് ദ സെയിം നമ്മൾ ആ സമയത്തും പറയുന്നത് കുറച്ചുകൂടി സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ആൻഡ് ഐ തിങ്ക് തുഷൽ ഓൾസോ ബിലീവ്സ് ദാറ്റ് ടു ഹാർട്ട്. ആൻഡ് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്, നമുക്ക് വേണ്ടൊരു നല്ലോണം എഫക്റ്റീവ് ആവുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് ബിറ്റ്വീൻ ഹിം ആൻഡ് തുഷൽ. ആൻഡ് ബ്രൈറ്റനിലേക്കല്ലേ പോയത്. സോ ബ്രൈറ്റൻ ഈസ് എ വെരി വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഹിം. എനിക്ക് ആ മൂവ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിക്കോസ് ഗ്രഹാം പോട്ടർ ഈസ് എ ജീനിയസ് ഇൻ ദ മേക്കിംഗ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബ്രൈറ്റൺ ടീം വെച്ച് ഇങ്ങനെയൊക്കെ കളിക്കുക പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു റെസ്പെക്ട് എ ലോട്ട്. ആൻഡ് അങ്ങനെ പോലത്തെ ഒരു ടീമിൽ പോകുന്ന സന്തോഷമേ ഉള്ളൂ. അവന് നല്ലോണം വളരട്ടെ. ആൻഡ് നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് തിരിച്ച് 80 million മേടിക്കും. അങ്ങനെ ഒരു ശീലമുണ്ടല്ലോ നമുക്ക്. സോ let's keep up the tradition. I hope we only buy him, not someone else, and make use of him like Kevin De Bruyne or something. അരുൺ ബ്രോ, വെൽക്കം. ഞാൻ അധികം നേരം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടൊന്ന് ഇത് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഗിൽമോർ നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ ടാലൻസിനെ ഐഡന്റിഫൈ ചെയ്യില്ല എന്നുള്ളത് കാലങ്ങളായിട്ട് കാണുന്നതാണ്. മാനേജ്മെന്റ് ചേഞ്ച് ആയപ്പോഴും അറ്റ്ലീസ്റ്റ് കുറച്ചൊരു അതിലൊരു ബെറ്റർ എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പം ഈ കാണിക്കുന്ന ഈ പാനിക്, ഈ ലാസ്റ്റ് മിനിറ്റ് പാനിക് ഒക്കെ കുറെയൊക്കെ മാനേജ്മെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. ടൂക്കലിന് ആവശ്യമുള്ള പ്ലേയേഴ്സിന്റെ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചിട്ട് ഉള്ള പ്ലേയേഴ്സ് തന്നെയായിട്ടായിരുന്നു ഇത്രയും കാലം ലിങ്ക് ഉണ്ടായിരുന്നത്. സോ മിഡ്ഫീൽഡിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ കുറെ കളിയായിട്ട് അറിയുന്നതാണ്. അത് സോൾവ് ചെയ്യേണ്ട ഈ ലാസ്റ്റ് മൂമെന്റിലായിരുന്നില്ല. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി. പിന്നെ അതുപോലെ ഈ ടാലൻസ് ഈ പറയുന്ന KDB ഒക്കെ പോയതിനൊരു നമുക്കൊരു പറയാനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. കാരണം അന്ന് നമ്മുടെ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്ന മാർട്ടിൻ മോസ്കർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് അത്രയും കളി കളിക്കുന്ന ഒരു മിഡ്ഫീൽഡാണ്. ഒരു ഗെയിം കൺട്രോൾ ചെയ്യാനും കൂടി പറ്റില്ല. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ വെൻ സച്ച് ടാലന്റഡ് പ്ലേയേഴ്സ് ആർ ഗോയിങ് ഔട്ട്, ഇറ്റ്സ് എ ബിഗ് എന്താ പറയുക, ഒരു നെഗറ്റീവ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് എപ്പോഴും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭയങ്കര അനലൈസ് ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ടാക്ടിക്കലി ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിലെ കൺട്രോൾ ആക്ച്വലി ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൂക്കൽ സിസ്റ്റത്തിന് ശരിക്കും അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിന് ആവശ്യമുണ്ട്. ബിക്കോസ് മെയിൻ ആയിട്ട് ഞാൻ കളി കണ്ടതിൽ വെച്ചിട്ട് അനലൈസ് ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ബോള് അല്ലെങ്കിൽ കളി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെന്റർ ബാക്സ് ആണ്. കാരണം സെന്റർ ബാക്സ് എന്നാണ് ബിൽഡപ്പ് പ്ലേയും കാര്യങ്ങളും അവർ തന്നെയാണ് കൂടുതൽ പാസ് ചെയ്യും. സോ അതിന്റെ ഒരു കണക്ഷന് മാത്രമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇനിയിപ്പോ നമ്മൾ എത്ര വലിയ മിഡ്ഫീൽഡറിനെ കൊണ്ടുവന്നാലും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സ്കോർ ചെയ്യാനുള്ളത് തന്നെയാണ്. അതിന് നമ്മൾ ഈ നമ്മുടെ വിങ്ങേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കേഴ്സ് അവർ ടേക്ക് ഓൺ ചെയ്ത് തന്നെ കളിക്കണം. നമ്മൾ ഒട്ടുമിക്ക കളികളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മുമ്പ് ഒരു സ്ട്രീമിൽ ഏതൊരു മാച്ചിലാണ്, ഞാൻ മാച്ച് ഓർമ്മയില്ല, സോ ഹഡ്സണോടെ അന്ന് ടീമിലുണ്ട്. ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 60 minutes വരെ ഹഡ്സണോടെ ഒരാളെ പോലും ടേക്ക് ഓൺ ചെയ്യാണ്ട് വെറുതെ ബോൾ കിട്ടുക, പാസ് ചെയ്യുക, ബോൾ കിട്ടുക, പാസ് ചെയ്യുക. വിങ്ങറാണ്, ബോൾ കിട്ടുക, പാസ് ചെയ്യുക. ഈ സംഭവം തന്നെ അവൻ ഒരു ഗെയിമിൽ ഞാനും ടോമ് വന്ന എനിക്ക് സ്ക്രീനിങ്ങിൽ കണ്ടോണ്ടിരിക്കണേ. അപ്പൊ ഞാൻ ടോമിനോട് പറയാം, അവനൊന്ന് കയറിയിട്ട് ഒരു ടേക്ക് ഓൺ ചെയ്ത് ക്രോസ് ഇട്ടാലോ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും സംഭവിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ ഒരു ടേക്ക് ഓൺ ചെയ്തു, ക്രോസ് ഇട്ട് ഗോളായി. സോ ഇത് നമ്മുടെ സ്ഥിരം. ഇപ്പൊ ആക്ച്വലി സ്റ്റെർലിംഗ് വന്നതിന് ശേഷം ഓക്കെ എന്തെങ്കിലുമൊക്കെ നടക്കണം, ശ്രമിക്കണൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതില് ഈവൺ ഇപ്പൊ നമ്മള് ഈ എന്താണ് ജോർജിയനക്ക് പകരം വേറെ ഏത് മിഡ്ഫീൽഡർ, ഈവൺ നമ്മൾ ബില്ലി ഗിൽമോറിനെ റീപ്ലേസ് ചെയ്താൽ കൂടി സിറ്റുവേഷൻ സെയിം ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. സോൾവ് ചെയ്യേണ്ട ഫോർവേഡ്സ് സോൾവ് ചെയ്യേണ്ട തന്നെയാണ് ഫോർവേഡ്സിന്റെയും.
അതുപോലെ മിഡ്ഫീൽഡിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഈ UCL ജയിച്ച സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസ് കോമ്പാക്ട് ആയിരുന്നു, അതിന്റെ കൂടെ മിഡ്ഫീൽഡും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഈ പറയുന്ന ജോർഗിന്യോന്റെ കൂടെ കാണ്ടയൊക്കെ കളിക്കുന്ന ടൈമിൽ അതാണ് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരാൾ ഇല്ലാതെ ആവുമ്പം ജോർഗിന്യോ ഒരു ലയബിലിറ്റി ആയി മാറുകയാണ്. സോ അതാണ് ഈ പ്രോബ്ലം വരുന്നത്. സെയിം പോയിന്റ് ആണ്. അതായത് ടുക്കലിന്റെ സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ആ 3-2 ബിൽഡപ്പിൽ ഒരു മിഡ്ഫീൽഡർ എപ്പോഴും ഒരു എന്താ പറയുക, ഇതേപോലെ ജോർജിനിയോന്റെ പ്രൊഫൈലിൽ ഒരു നിങ്ങൾ പറഞ്ഞില്ല കണക്ട് ചെയ്യാൻ ഒരാൾ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഒരൊറ്റ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ പ്രീമിയർ ലീഗ് പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മാച്ച് ജോർജിനിയോ വിൽ ഹാവ് ടു ഡിഫെൻഡ് സ്പേസ് അലോൺ. അത് ബാക്കി പ്ലേയേഴ്സിന്റെ കുറ്റമല്ല, അത് എങ്ങനെ പോയാലും ഒരു വട്ടയിലും വരും. കഴിഞ്ഞ കളി റോഡർ ചെയ്തൊരു ഇതാണ്, മറ്റേ റൂബൻ ഡിയാസ് കയറിപ്പോയി, ബോൾ പോയി സിറ്റിയുടെ കയ്യിൽ നിന്ന്, ഡിഫെൻഡ് ചെയ്തത് റോഡറിയാണ്. ആസ് ഇൻ ഹി ചേസ്ഡ് മറ്റേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ വിങ്ങർ ഒരു ത്രോയിനും വാങ്ങി. ജോർജിനെ കുറ്റം പറയില്ല, പക്ഷെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെക്കാളും ഇതിൽ നിന്നും കുറച്ചും കൂടി മേ ബി ഐ എക്സ്പെക്ട്. ചിലപ്പോൾ മാറ്റിച്ചിനെയും മെക്കലേനെ കണ്ടുകൊണ്ട് ആ ഒരു റോളിൽ കുറച്ചും കൂടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ബട്ട് നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ആർ ഫോർവേഡ് ലൈൻ ഓൾസോ കുറച്ച് മോശം കുറച്ച്. ജോർജിനോനെ ഇപ്പൊ ലൈക്ക് ജോർജിനോ നമ്മള് ഇത് ചെയ്യണതാണ്. പക്ഷെ കഴിഞ്ഞ മാച്ചസിലൊക്കെ സ്ഥിരമായിട്ട് ഒരു പ്ലെയർ ജോർജിനോനെ ടേക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി പിള്ളേര് നമ്മൾ നോർമലി കളിക്കുന്ന സമയത്ത് ടാക്കിളിൽ മറ്റേ 2 കാലം നീട്ടിട്ട് ഇങ്ങനെ വീഴൂലേ, അത് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വീഴൂലേ, അതേപോലെയൊക്കെയാണ് വീഴണത്. ചിരി വരും കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ഒരു അവസ്ഥ സിമ്പിളായിട്ട് കഴിഞ്ഞ 2 മാച്ചസിലും സെയിം തിങ് എവിടെ ഉണ്ടായിരുന്നു. പല സിറ്റുവേഷൻസിലും ജോർജിന് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ സെയിം വേറൊരു കാര്യം, സ്റ്റെർലിംഗ് റൺ മേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജോർജിനെ കുറ്റം പറഞ്ഞല്ല, എനിക്ക് ജോർജിന് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ ഇത് ശരിക്കും എവിടെയാണ് ഇഷ്യൂ എന്നുള്ളത്. കാരണം നമ്മളിരുന്ന് അനലൈസ് ചെയ്യണം. ഇതിനേക്കാളും 3-4 അനലിസ്റ്റുകൾ വെച്ചിട്ടാണ് ടൂക്കിലൊക്കെ വർക്ക് ചെയ്യണം. അവർക്ക് വേണ്ടി ഓരോ ഗെയിമിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ്. ഇപ്പൊ നമ്മള് ഈ ആമസോണിലൊക്കെ ഒരു ഫുട്ബോളിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിനകത്ത് അത്ലറ്റിക്കോ ഒക്കെ തന്നെ 4 പേര് ഫുൾ ടൈമിൽ ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ തന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാത്തുള്ള ഒരു നോർമലായിട്ട് ഭയങ്കര ഫുട്ബോൾ അനലൈസ് ഒരു ഫാൻ എന്നുള്ള രീതിക്ക് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഇവര് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ. കാരണം സ്റ്റെർലിംഗ് ഓടുന്നുണ്ട്, കൈ ഓടുന്നുണ്ട്, ഒന്നും ഒരു ബോൾ ഇട്ട് കൊടുക്കുക അതുമില്ല. നമ്മൾ ഈ പറഞ്ഞ പണ്ടത്തെ ചിലപ്പോ എന്റെയൊക്കെ എക്സ്പെക്ടേഷന്റെ പ്രശ്നമായിരിക്കും. കാരണം പണ്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഫാബ്രിഗാസ് ക്രോസ് ചെയ്യുന്നു, പോസ്റ്റ് ചെസ്റ്റിൽ ഇറക്കുന്നു, ഗോൾ അടിക്കുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അജിബ്രോ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആസ് ഇൻ ഈ ഒരു മിഡ്ഫീൽഡ് അവസ്ഥ കണ്ടിട്ട് ടുക്കേൽ ശരിക്കും സത്യം അതന്നെ, ഡിഡ് ഹി ആക്ച്വലി ഫീൽ ദാറ്റ് ദി മിഡ്ഫീൽഡ് ഡിഡ് നോട്ട് നീഡ് ഫിക്സിംഗ് ഈ സീസൺ സ്റ്റാർട്ട് വരെ? ആസ് ഇൻ ഒരു 3 കൊല്ലമായിട്ട് ലാംപാർഡ് സീസൺ മുതൽ എല്ലാവരും പറയുന്നതാണ് ഒരു പ്യുവർ DME സ്ക്വാഡിലില്ല, നമ്മൾ ബാക്കോക്കനെ വാങ്ങി, he didn't meet our expectations. മാറ്റിച്ച് പോയ ശേഷം നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടില്ല. സോ ഡു യു തിങ്ക് മറ്റേ ടുക്കൽ ആക്ച്വലി ബിലീവ്ഡ് ദാറ്റ് ദി മിഡ്ഫീൽഡ് ഡിഡ് നോട്ട് നീഡ് എനി വർക്ക്, ഇല്ലെങ്കിൽ മൂപ്പര് ബിഹൈൻഡ് ദി സീൻസ് എപ്പോഴും? I think like he must have told the board about the situation, and avarenna parnundavum the priority is to fix the backline is the top priority, because the stalwarts like the leaders like Rudiger and even Christensen to an extent is a very good defender. Anganthe top defenders പോകുമ്പോൾ that is the priority. So ആ ഫിക്സിംഗ് പ്രയോറിറ്റി കൊടുത്ത സ്ഥിതിക്ക് he was told forward ന് കിട്ടും, പിന്നെ finally we will go for a midfielder. But maybe he must have underestimated our position. കാരണം if you look at it, കഴിഞ്ഞ 2 സീസണിൽ the injuries which Kovacic, especially Kovacic, Kante ഇടയ്ക്ക് injured ആവും, തിരിച്ചു വരും, but he plays a few games. But Kovacic, if you see, he misses most of the big games, like FA Cup final, like those big games he misses. അപ്പൊ അങ്ങനെ നോക്കുമ്പോ I feel കുറച്ച് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ആൻഡ് ഇഫ് യു എനിക്ക് നോക്കുകയാണെങ്കിൽ ലൈക്ക് എല്ലാവരും ബില്ലി ഗിൽമോർ പോയതിന്റെ വിഷമം പറയുന്നുണ്ട്, പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ടൂക്കൽ നെവർ റിയലി ട്രസ്റ്റഡ് പുള്ളി ബില്ലി ഗിൽമോറിന് കുറെ ചാൻസ് ഉണ്ടായിരുന്നു കളിപ്പിക്കാൻ, പക്ഷെ കളിപ്പിച്ചിട്ടില്ല, because he never really trusted him. So it makes sense why he goes for loan. പക്ഷെ I don't agree with Girish the fact that he's going to Brighton, because I feel that they will buy him for sure. It seems like it could end up like that. Karanam you never know, in football things can happen. So I really wish Billy Gilmore comes back. But coming back to the topic, I feel that definitely Tuchel must have thought about it, but many situations and the ownership change and little bit of underestimating all happened together.
മെഡിക്കൽ ഓൺ ഗോയിങ് അറ്റ് ടൂറിൻ. ഇത് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഫത്ത അലി ടിപ്പു സുൽത്താൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിഡ്ഫീൽഡറായി. സോ നോ മൂവ്മെന്റ് എന്ന് പറയാനായിട്ടില്ല. വെദർ ദിസ് ഇസ് ഗുഡ് ന്യൂസ് ഓർ നോട്ട് എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അരവിന്ദ് ബ്രോ, മറ്റേ നിങ്ങളോട് തന്നെ അഭിപ്രായം, ആസ് ഇൻ ഡെന്നിസ് സെക്കറിയനെ പറ്റി അഭിപ്രായം എന്തെങ്കിലും, ആസ് ഇൻ ഡു യു തിങ്ക് ഹീസ് എ ഗുഡ് ഡീൽ, അല്ലെങ്കിൽ ഒരു പാനിക് ബൈ സോൾ സിറ്റുവേഷൻ ആവുമോ? ഇപ്പത്തെ അവസ്ഥയിൽ ഒരു പാനിക് ബൈ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം പുള്ളിന്റെ പഴയ ഒരു ഫോമില് ഉണ്ടോന്നുള്ള എല്ലാരും പറയുന്ന ഒരു കൺസേൺ തന്നെയാണ്. സോ അറിയില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പ്രിപ്പയർഡ് അല്ല ഓണസ്റ്റ്ലി. തൂക്കൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മിഡ്ഫീൽഡ് എന്താ പറയാ, മിഡ്ഫീൽഡിന് ഇഷ്യൂ ഉണ്ട്, എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതൊക്കെ കുറച്ച് മുൻകൂട്ടി കാണേണ്ടിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നമ്മള് ഡിഫൻസ്, അജിത് പറഞ്ഞ പോലെ ഡിഫൻസ് അത്രയും ആൾക്കാർ പോയി, അവിടെ വരുത്തേണ്ട നിർബന്ധമായിരുന്നു. അതിന്റെ കൂടെ ഈ മിഡ്ഫീൽഡിൽ ഈ ഇഷ്യൂസ്, ഇപ്പം കാണ്ടെ ഇല്ലാത്ത ടൈമിൽ തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഈവൻ കാണ്ടെ റിക്കവർ ചെയ്ത് വരുമ്പോഴും നമ്മൾ പൊതുവെ കാണാത്ത ചില മിസ്റ്റേക്സ് കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് ആയിട്ടുള്ള കളികളിലൊക്കെ കാണ്ടെന്റെ അടുത്ത് നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അതൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ചിന്ത പുള്ളിക്ക് വരണം. അറ്റ്ലീസ്റ്റ് ഇനി റിസോഴ്സസ് ഒന്നുമില്ലെങ്കിലും ഈ ക്ലോപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊക്കെ യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട്. ഗിൽമോർ ഇത്ര കാലായി, ഫ്രാങ്ക് ലാംബാർഡ് വന്ന ടൈമില് അവനെ ഒരു ലോണും കൂടിയും വിടാതെ ഇവിടെ കളിപ്പിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ ഒബ്വിയസ്ലി പീപ്പിൾ ഹാവ് സീൻ സംതിങ് ഇൻ ഹിം. പിന്നെ നമ്മൾ പോയി ഒരു വൃത്തിയായിട്ടൊരു ലോണിന് കൊടുത്തു വിട്ടു നോർവേച്ചില്. ആ ഒരു ലോണൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു പ്ലെയറിനെ അളക്കാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു ടീമായിരുന്നു നോർവേച്ച് എന്ന് പറയുന്നത്. പിന്നെ തിരിച്ചു വന്നു, ഇവിടെ കുറെ ബെഞ്ചിലിരിക്കാന്നല്ലാതെ എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല ഒരു മാച്ചോ, അതിലും കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളി കളിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇത് എന്ന് വെച്ചാൽ ഈ ചില ടൈമില് ഈ പറയുന്ന ഇങ്ങനത്തെ പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു അക്കാഡമി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ എപ്പോഴും നമ്മൾ ഈ ബിഗ് മണി സൈനിങ്സിന്റെ പിന്നാലെ തന്നെ പോവാന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, അതിലൊരു അർത്ഥമില്ല. ജിത്തു joining from UK. Welcome to the stream, bro. Hi bro. Hi guys. മൂപ്പര് വന്നതോടെ ഒരു നല്ല ന്യൂസ് ആയി. ഓബ സൈനിങ് കൺഫേംഡ് എന്ന് പറയുന്നുണ്ട്. ഒഫീഷ്യൽ ചെൽസി ഇതില ഇല്ലല്ലോ, അപ്ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ. വന്നിട്ടില്ലേ? എന്നാ നമുക്ക് കിട്ടാത്ത ഏതോ ന്യൂസ് മൂപ്പർക്ക് കിട്ടിയുണ്ടോ? മറ്റേ അല്ല, ഹിയർ വി ഗോ ആയിരിക്കും. ഡെന്നിസിന്റെ ഇത് കേൾക്കുമ്പോ മറ്റേ സിനിമ ഡയലോഗ് പറയാം, തയ്യെങ്കിൽ തൈ എന്ന് പറഞ്ഞിട്ട് വരൂലേ, അതേപോലെ ഞാൻ ഇറങ്ങാണ്. എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയുമ്പോഴത്തേക്കും മണ്ടത്തിലൊന്നും കാട്ടാതിരിക്കട്ടെ. സോളിനെ പോലെ ഓരോന്നിനെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് വെറുതെ ഒരു കൊല്ലം വെറുതെ വെക്കാന്നല്ലാതെ ഒരു ഗുണം ഉണ്ടാവാൻ പോണില്ല. ഈ സീസൺ കൊളാവും ചെയ്യും. സോ സോളിന് കുറച്ച് ഇഞ്ചറി ഉണ്ടായിരുന്നു, അത് ലണ്ടനിൽ നല്ല ട്രീറ്റ്മെന്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോ അവരിങ്ങോട്ട് ഷിപ്പ് ചെയ്ത് വിട്ടാണ്. അരമ്പൂർ പോകുമ്പോ ഈ നല്ലൊരു ദിവസത്തിന്റെ ഓർമ്മ വരും. 5 കൊല്ലം മുന്നേ ചെൽസിയുടെ ഒരു മാജിക്കൽ ദിവസമായിരുന്നു. എല്ലാവരും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡാനി ഡ്രിങ്ക് വാട്ടറും സെപ്പകോസ്റ്റയും വന്ന ദിവസം. ഡെഡ്ലൈൻ നൈറ്റ് മേയേഴ്സിന് വേറെ എവിടെയും പോകണ്ട. നമ്മളിവിടെ ഹിസ്റ്ററിയിൽ എത്ര എണ്ണം ഉണ്ട്, കെപ്പ മുതല് ഈ എല്ലാരും ടോറസ്. ഈ പർട്ടിക്കുലർ this time we don't do പറയൂ ഒരു സൈനിക വല്ലാണ്ട് ആഗ്രഹിച്ച എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും നടക്കുന്നതാണ്. ആ ഷെഫ്ചെങ്കോ വന്ന ടൈമിലൊക്കെ ഒരു ഹൈപ്പ് ആയിരുന്നു. ബാലൻഡോർ വിന്നർ ചെൽസി വരുന്നത്. ആളുടെ ഗോൾ ടാലി 4 കളിയില് നമ്മുടെ ആള് ഹാലൻഡ് is already overtaken Shevchenko, and with that welcoming Aspin to the stream. Hello bro. Okay. Yes, Aspin bro പറയൂ. Your thoughts on Zakaria, hottest news. ഇപ്പോ ലോൺ അഗ്രിമെന്റ് ഏകദേശം ഉറപ്പിച്ചു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. മെഡിക്കൽ ഓൺ ഗോയിങ് അറ്റ് യുവെന്റസ്. ഇത് യുവെന്റസിലുള്ള സക്കറിയ ആണോ റീസെന്റ് ബുണ്ടസ്ലീഗ എന്ന് അറിയേ? നിങ്ങൾ എവിടെ ആയിരുന്നു ഇപ്പോ കഴിഞ്ഞ 6 മണിക്കൂർ? ഹോട്ട് ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസ്. അതന്നെ. അടിപൊളി. ഇവന് ഇഞ്ചറി പ്രോൺ ആണ് ആക്ച്വലി. നല്ല ഇഞ്ചറി. ആണോ? ഓക്കേ, ഒബമേങ്ങ സക്കറിയ അല്ല, ഇത് സക്കറിയയും ഹിയർ വി ഗോ വന്നു. ആയോ? ഹിയർ വി ഗോ വന്നു സക്കറിയ. അപ്ഡേറ്റ് എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ തുറന്നോട്ടെ. പിന്നെ നമ്മളെല്ലാവരും ആരൊക്കെ വിശ്വസിന്ന് പറഞ്ഞാലും അവസാനം മൂപ്പര് തന്നെ പറയണം. മൂപ്പന്റെ കോൺഫിഡൻസ് ആണ്.
ബ്രൈറ്റൺ ഒഫീഷ്യൽ ക്ലബിന്റെ എതിരെ പോയിട്ട് ശരി നിങ്ങളുടെ പ്ലെയർ പോയി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എന്നുള്ളൊരു അതൊക്കെയാണ് അതൊരു മാസ് മൂവ് ആയിരുന്നു കുക്കറിന്റെ കാര്യത്തിൽ. ഈ ഒരു സൈനിങ് വെച്ചിട്ട് നമ്മുടെ ട്രാൻസ്ഫർ തീരുമോ? or do we have any more surprises? So നോക്കട്ടെ, one move that I think that is it. reporting is this, the Depay report ചെയ്യുന്നുണ്ട്. Depay report ചെയ്യുന്നുണ്ട് actually. Depay 1 year contract കൊടുത്തിട്ടുണ്ട്. Depay accept ചെയ്തെന്ന് പറഞ്ഞു. സത്യം പറയാലോ, Depay എന്തിനാണ് വരുന്നത്? Like why are we even going behind Depay? False 9. I don't understand the logic. Like isn't Depay another Kai Havertz? Kai Havertz with better technical quality. പിന്നെ false 9 കളിച്ചിട്ടുണ്ട് കുറെ ബാർസയിൽ. പക്ഷെ ഇതാണ് നമ്മുടെ അവസ്ഥ. അതെ, പക്ഷെ ഫിനിഷിംഗ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം അല്ലേ? കുറച്ച് ലിയോണിലായിരുന്നില്ല മറ്റേ. ഐ തിങ്ക് ഹി വാസ് റിയലി ഗുഡ്. പക്ഷെ ബാർസയിൽ പോയിട്ട് ആ ഒരു ഒന്നും ഇല്ല, പഴയ ക്വാളിറ്റി ഒന്നും ഇല്ല. ബട്ട് അണ്ടർലൈങ് സ്റ്റാറ്റ്സ് ആർ ഗുഡ് പ്ലസ് കാൻ ബി വേഴ്സ് ദെൻ വാട്ട് വി ഹാവ്. ഹാവേർട്സിനെക്കാളും മോശമാവാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു ലോജിക് ആണ് തോന്നുന്നു. ലൈക്ക് 12 ഗോൾസ് എന്തോ അടിച്ചിട്ടില്ലേ കഴിഞ്ഞ സീസൺ? ഇന്നൊരു അപ്പ് ആൻഡ് ഡൗൺ ബാർസ ടീം. കൂമൻ പോയി, സാവി വന്നു, സോ മൾട്ടിപ്പിൾ സിസ്റ്റംസ്. ഞാനിപ്പോ വെറുതെ പോസിറ്റീവ്സ് തപ്പാണ് ഡെപ്പേ വരുന്നതില്. ഒബമയം വന്നതിന് ശേഷം ഡെപ്പായ്ക്ക് പിന്നെ ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഫാസ്റ്റസ്റ്റ് ട്രാൻസ്ഫർ ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി ഈ സക്കറിയനെ കൊണ്ട് നമ്മുടെ ഇഷ്യൂസ് ഒന്നും സോൾവ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബി ബ്രൂട്ടലി ഓണസ്റ്റ്. അല്ല, ഹി isn't ഒരു പ്രോപ്പർ DM, ഒരു ബോക്സ് ടു ബോക്സ്. അതായത് ഹി ലൈക്സ് ബോംബിംഗ് ഫോർവേഡ്. ഭയങ്കര അറ്റാക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു DM ആണ്. അത് തന്നെയാണ് ഇഷ്യൂ. ഹി ഗെറ്റ്സ് കോട്ട് ഔട്ട് ഓഫ് പൊസിഷൻ വെരി എന്താ പറയുന്ന ആഫ്രിക്കൻ ടീം. മറ്റേ കോനെ ഐ തിങ്ക് കവേർഡ് ഫോർ സക്കറിയ കുറെയൊക്കെ. And the positive is that it's a option to buy. It's a loan with an option to buy. അപ്പോൾ കിട്ടായില്ലെങ്കിൽ അടുത്ത വർഷം പ്രൈസിന് ആഞ്ഞു പിടിക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു സൈനിങ് കൊണ്ട് നമുക്ക് ടീമിൽ എന്തെങ്കിലും ഒരു മേജർ ഇംപ്രൂവ്മെന്റ് വരുമോ എന്നതാണ് പ്രോബ്ലം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഗിവൻ കോണ്ടേസ് ആൻഡ് ഗോവാസിച്ചസ് കണ്ടീഷൻ എനിക്ക് സത്യമായിട്ട് ഈ സീസൺ നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. ഈ കോനെ മറ്റേ മോൺചെങ്ക്ലാഡ് ബാക്കിലെ കോനെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഓൾറെഡി നമ്മള് മേടിച്ചല്ലോ, ഇനി റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. As per your thoughts on Kone? ഈ കോനെ ഇതാ വായിലുള്ള പ്രശ്നമുള്ള വേറെ ആ കോനെയാണോ? മോൺചെങ്ക്ലാഡ്ബാക്കിൽ സക്കറിയനെ പിവറ്റ് കളിച്ചിരുന്ന കോനെ മറ്റേ കഴിഞ്ഞ സീസൺ. പക്ഷെ ഈ സീസൺ അധികം കണ്ടിട്ടില്ല. ഇവന്റെ വളരെ രസമുള്ള ഒരു ഫസ്റ്റ് ജസ്റ്റ് ക്വാഡിയോ കോനെ, അതല്ലേ? ഫ്രഞ്ച് മിഡ്ഫീൽഡർ. അത് ഒരു റൂമർ മാത്രമായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ. ഐ മീൻ ഇൻ ബുണ്ടസ്ലീഗ. അല്ല, ഇനി വരാൻ മീൻസ് ഇഫ് എ പ്ലെയർ is coming it will be a forward, right? I don't think ഇനി ഒരു മിഡ്ഫീൽഡറിനെ മേടിക്കും. We chased both Sangare and ഇയാള് മറ്റേ അൽവാരസ് at the same time എന്നാണ് റോബ് റിപ്പോർട്ട് ചെയ്തത്. ബട്ട് അഗൈൻ രണ്ട് ക്ലബും പറഞ്ഞു നോ ചാൻസ്. PSV ഐ തിങ്ക് റിപ്ലേസ്മെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സങ്കാറയോട് പോകാൻ പറ്റില്ല പറഞ്ഞു. അൽവാരസിന് ദേ സൈൻഡ് അഗ്രിലിഷ് ഫ്രം ഹോഫൻഹൈം ബട്ട് ടു ലേറ്റ് ഇൻ ദ വിൻഡോ ആൻഡ് ടു ഇമ്പോർട്ടന്റ് ഫോർ അയാക്സ് എന്നായിരുന്നു. പക്ഷെ അത് നടക്കാത്തതിൽ നല്ല സങ്കടമുണ്ട്. വില്യം ഫുൾഹാമിന് സൈൻ ചെയ്തല്ലേ? വില്യം ഫുൾഹാമിന് സൈൻ ചെയ്തു. He is back in the Premier League. Legend. So Ashwin, your thoughts on this? What do you guys think regarding the fall in agreement of Alvarez? അത് ലാസ്റ്റ് ദിവസം അയാക്സിൽ പോയി ചോദിച്ചാൽ തന്നെ വലിയൊരു മണ്ടത്തരം. ബട്ട് യുവർ തോട്ട്സ് ഓൺ ദിസ്? എന്റെ ഒരു അഭിപ്രായത്തിൽ അയാക്സ് സെല്ലിംഗ് ക്ലബ്, റൈറ്റ് പ്രൈസ് ആണെങ്കിൽ ദേ ആർ യൂഷ്വലി വില്ലിംഗ് ടു സെൽ എനി പ്ലെയർ ഇൻ ദെയർ സ്ക്വാഡ്. കാരണം അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എങ്ങനെയാണ്, ദേ സെൽ ഫോർ എന്താ പറയുന്ന ഗിവൻ പ്രൈസ് ആൻഡ് ദേ സ്കൗട്ട് ഫ്രം യങ്ങർ ടാലന്റ്സ് ഓൾ ഓവർ യൂറോപ്പ്, ഓൾ ഓവർ വേർ ആർ ദേ സ്കൗട്ട് ഫ്രം. സോ അങ്ങനെയുള്ള ഒരു ക്ലബിന്, ഐ മീൻ എയർഡിവൈസിൽ കളിക്കുന്ന ഒരു ക്ലബിന് ദേ ഓൾറെഡി സൈൻ സമ്മൺ ടു, റൈറ്റ്? ഒരു ഡിഎമ്മിനെ സൈനും ചെയ്തു തോന്നുന്നു. അത് ഇപ്പോഴും ലിങ്ക് ആണോ? ഫ്രീ ട്രാൻസ്ഫർ. സോ ആ സൈനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അൽവാരസ് ഈസ് കമ്മിങ്, ചെൽസിക്ക് ഒരു സോളിഡ് ഗ്രൗണ്ട് ഉണ്ടാവും. കാരണം ആ ഒരു റൂമേഴ്സ് വന്നേ പിന്നെ ഐ ഹാവ് ബീൻ ഫോളോയിങ് ഹിസ് കളിച്ചിട്ടുള്ള മാച്ചിന്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. ഒരു വളരെ ഡീസെന്റ് ആയിട്ടുള്ള പ്ലെയറും നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആയിട്ട് തോന്നി. പിന്നെ അയാക്സിന്റെ സ്കൗട്ടിങ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് 70% ഞങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാനും പറ്റും. ഐ മീൻ വെരി റെയർലി ദേ ഗോ റോങ്. ബട്ട്
ഇങ്ങനെ ഒരു സ്ഥിതിയുള്ള ക്ലബിന്, ഐ മീൻ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉള്ള ക്ലബ്ബ് നമ്മൾ ഈ പറഞ്ഞ ഡെഡ് ലൈൻ ഡേയിൽ ചെന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നുള്ളത്, ഐ മീൻ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം there was rumors that Alvarez was also pushing for the deal. അപ്പം സംതിങ് റിയലി വെന്റ് റോങ് ഇൻ ദ ഡീൽ എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഡെഡ് ലൈൻ ഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൈസ് നെഗോഷിയേഷൻ ഉണ്ടായെന്ന് വരില്ല. ഐ മീൻ they must have asked for 40, we must have sent 38. അത്രയായിരിക്കും മാക്സിമം നടന്നിട്ടുണ്ടാവുക. സ്റ്റിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്, നോ ഡൗട്ട്. Yep, and welcoming to the stream, Talayor. SK bro, thank you for joining. താങ്ക് യു. SK bro സ്ക്രീനിൽ വന്നതിന് മുമ്പ് കമന്റിൽ വന്നു SK bro വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു അവിടെ 90 minutes ആരാ പറഞ്ഞ പോലെ കുമ്പിടിയാണ്, അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഞാൻ ഹൗസ് ഓഫ് ഫുട്ബോളിന്റെ ഒരു ഡിസ്കഷനിൽ ഇരിക്കുകയായിരുന്നു, അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് കയറിയത്. എന്തൊക്കെയായിരുന്നു ചർച്ച? എൽവറസി തുടങ്ങാൻ വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ഹീറോ വിഗോ ആയി സക്കറിയയുടെ. ലുക്സ് ലൈക്ക് വി ആർ സൈനിങ്. നിങ്ങളുടെ അഭിപ്രായം? സക്കറിയ ഗുഡ് ഡീൽ, പാനിക് ബൈ? ജീസസ് ക്രൈം ലൈക്ക് സത്യം പറഞ്ഞ ഒന്നും പറയാൻ പറ്റില്ല. അവൻ വന്ന് ക്ലിക്കായ നമ്മള് രക്ഷപ്പെട്ടു. അവൻ വന്ന് ക്ലിക്കായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സൗളിന്റെ സിറ്റുവേഷൻ ആണ്. എല്ലാവരും നിലവിളിക്കുന്നത് പുള്ളിക്കാരനൊരു സൗളാണെന്നുള്ളതാണ്. ആവാണ്ടിരിക്കട്ടെ, അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വേണം, നമുക്ക് കിട്ടി, അത്രയല്ലേ ഉള്ളൂ. ഈ സീസൺ അതാണ്. മറ്റേ യുവന്റസിന് ഐ തിങ്ക് ഹി സ്റ്റാർട്ടഡ് ഫസ്റ്റ് കളി അല്ലാണ്ട് മുപ്പത് കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ 2 കളി അൺയൂസ് സബും, ഇറങ്ങിയ കളി കാര്യമില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഇയാൾ മറ്റേ കുലിസെവ്സ്കി അവിടെ സബിലിരുന്ന് ഹീസ് കം ആൻഡ് സെറ്റ് ദ പ്രീമിയർ ലീഗ് ഓൺ ഫയർ. അപ്പൊ അങ്ങനെ വല്ലതും നടക്കും വിചാരിക്കാം. Has he played bad? അല്ല, ക്വാളിറ്റി ഇല്ലേ പ്ലെയറിന്? Exactly. ബുണ്ടസ്ലീഗയിൽ ഉണ്ടാവുന്നു. ബുണ്ടസ്ലീഗയിൽ ഐ റിമെമ്പർ ഹിം ബീയിങ് വെരി വെരി ഗുഡ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബുണ്ടസ്ലീഗിലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ ഇവന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് പേര് കേട്ടൊരു പ്ലെയർ ആയിരുന്നു ആക്ച്വലി. പിന്നെ അങ്ങോട്ട് ഹൈലി റേറ്റഡ്, ഈ ഇഞ്ചുറീസ് കാരണം ഭയങ്കരമായിട്ട് ഡിപ്പായി കുറച്ച് ഫോം. പ്ലെയർ ബുണ്ടസ്ലീഗയിൽ വളരെ സോളിഡ് ആയിരുന്നു. ഐ മീൻ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ടീം, നല്ല ബോൾ പ്ലേയിങ് എബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഈ പറഞ്ഞ പോലെ അതിന് മാത്രമൊന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അങ്ങേയറ്റം ഫോർവേഡ് പാസിംഗും ഫോർവേഡ് മൂവ്മെന്റും അങ്ങനെയുള്ള പ്ലെയർ അല്ല. പക്ഷെ ബോൾ വെച്ച് ഡ്രൈവ് ചെയ്യാൻ, ഐ മീൻ മിഡ്ഫീൽഡിൽ സ്പേസ് കിട്ടി കഴിഞ്ഞാൽ ബോൾ ധൈര്യമായിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തോണ്ട് പോകുന്ന ഒരു ടൈപ്പ് പ്ലെയർ ആയിരുന്നു. അതല്ലാതെ ഒരു ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിസിക്കാണ്, നല്ല പ്രസൻസ് ആണ്, ഇൻസൈഡ് ബോക്സ് ഒക്കെ ചെന്ന് കയറി കഴിഞ്ഞാലും ഈസ് എ ടാർഗറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ആയിരുന്നു ഓവറോൾ. പക്ഷെ പിന്നെ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇഞ്ചറീസ് വന്ന് തുടങ്ങി. ആൻഡ് ആ ഫോമിൽ നിന്ന സമയത്ത് വന്നൊരു ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ് ഈ വെൻഡസ് ഇവരെ പൊക്കുന്നത്. അത് കഴിഞ്ഞ് ഹീനവർ ക്ലിക്ക്. അതാണ് വേറൊരു ഇഷ്യൂ തന്നെ. ഇനി നമുക്ക് കണ്ടറിയാം എന്താ സിറ്റുവേഷൻ, എങ്ങനെയാണ് ഈ ചെക്കൻ ക്ലിക്ക് ആവണമെന്നുള്ളത്. സോ ഓവറോൾ നമുക്ക് കൺക്ലൂഷൻ ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ കൺക്ലൂഷൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഹൗ ഡു യു റേറ്റ് അജിത് സോ ഫാർ ദിസ് ട്രാൻസ്ഫർ വിൻഡോ? I would rate around 7 out of 10. We got our center back targets. 7 out of 10 കൊടുക്കാം. കാരണം we did the major, you know, I mean, I would, you know, I'm giving അല്ല, benefit of the doubt I would give. കാരണം നമ്മുടെ ഓണേഴ്സ് പുതിയതാണ്, they have not managed a football club. All of that benefit of the doubt I'm giving this window. പക്ഷേ you know, I feel that നമുക്ക്, I mean, we are still, you know, going to fight for top 4 this season. That is one thing that is, you know, Chelsea we are not used to that. Every season we are aiming to win trophies. Yes, cup competition we still have a good chance, but you know, that is something that hurts as a Chelsea fan, that this season like mostly we'll be fighting for top 4. Look, നോക്കുകയാണെങ്കിൽ I think Sterling, Cucurella, Koulibaly, all of them are brilliant signings, and we have replaced some great players like Rudigerne replace and Ondana Koulibaly. Yes, he's yet to, you know, show that, but he will be a good player in the Premier League. And നോക്കുകയാണെങ്കിൽ overall just the Zakaria signing I'm not happy with. അല്ലെങ്കിൽ ഈവൻ ഒബാമയാങ് സൈനിങ് എനിക്ക് തോന്നുന്നു നമുക്ക് വി നീഡ് സ്ട്രൈക്കർ. കാരണം കൈ ഹാവർട്സിന്റെ കളി നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 2 കളിയില് അവസ്ഥ കണ്ടതാണ്. പുള്ളി ശരിക്കും ഹീസ് പുട്ടിങ് ദ എഫേർട്ട്, പക്ഷെ ആ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട്, സ്പെഷ്യലി വെൻ യു ആർ പ്ലേയിങ്
as a striker, like even as a false nine, you have to take shots. ഒരു സ്റ്റാറ്റ് ഉണ്ടായിരുന്നു പുള്ളി എന്തോ ഒരു കളിയിൽ ഷോട്ട് പോലും എടുത്തില്ല, അങ്ങനെ എന്തോ സ്റ്റാറ്റ് കണ്ടായിരുന്നു. നോട്ട് ഷുവർ whether it is true or not, but that is a very appalling stat. And if you look at Aubameyang, he's a player who takes shots and who's very good in front of goal, at least inside the box. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ Aubameyang also will be a very good signing in the last moment. Right, Jitu? I would give 8.5 out of 10. Just because നമ്മുടെ ക്ലബിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ലാസ്റ്റ് സീസൺ. പുതിയ ഓണേഴ്സ് ഒരു പ്രോപ്പർ ടൈമിംഗ് ഒന്നും കിട്ടിയില്ല. ഓബ്വിയസ്ലി ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ഇല്ല, പിന്നെ ഒരുപാട് ഔട്ട് ഗോയിങ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ലുക്കാക്കു, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൺസിഡറിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ്, ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് ഓഫ് ദ വിൻഡോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും. പ്ലസ് റൂഡിഗർ, some of the pivotal players actually left the club. So even Christian, like our backline was completely like dethroned, I would say. അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് വിൻഡോ. ആൻഡ് ഫൈനലി വി ആർ ഗിവിങ് വാട്ട് ദ മാനേജർ വാണ്ട്സ് ദിസ് ടൈം. യൂഷ്വലി നമ്മൾ ബോർഡ് സൈനിങ്സ് ആണല്ല, മാനേജറിന്റെ സൈനിങ്സ് അല്ല. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ലൈക്ക് we are supporting the manager. Hopefully he can make it work. Now it's the ball is in Tuchel's court. Like he has to integrate his players. Now he can't complain. Apart from the DM factor, ഒരു കംപ്ലൈന്റ് ഇല്ല. എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ ഒരാൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലോൺ വിത്ത് an option to buy. നമ്മൾ ജാനുവരിയിൽ probably we might go for a new DM, or probably next season we might hunt for Declan Rice. Yeah, hopefully ആ ഒരു പൊസിഷൻ മാറ്റി നിർത്തിയ ലൈക്ക് ആ വിൻഡോ ഇസ് പ്രോബബ്ലി കംപ്ലീറ്റ്. ആൻഡ് Aubameyang, like his maximum output is with Tuchel in Dortmund, so avanum hopefully work out and he is coming back like from a good spell from Barcelona, good stats. Hopefully he might fit in. If he is not fitting in, I don't know who else will fit in. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ ഇപ്പൊ സ്ട്രൈക്കർ സിറ്റുവേഷനിൽ. അപ്പൊ വേറെ ന്യൂസ് വന്നിട്ടുണ്ട്. സോ എത്തൻ എംപഡു ഇസ് കൺഫേംഡ് ലോൺ വിത്ത് സ്പെസിയ വിത്ത് നോ ഓപ്ഷൻ ടു ബൈ. അതോടൊപ്പം തന്നെ ലിവർപൂൾ എൻക്വയർഡ് അബൌട്ട് സക്രിയ, പക്ഷെ ആർത്തൂറിന് വേണ്ടിയിട്ട് പോയി. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ആർത്തൂർ വരുന്നതിന് പകരം ഇതിന് എന്താ പറയണേ സക്രിയ വന്നു എന്നുള്ളത്. പിന്നെ വിൻസിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്, ഇഞ്ചുറി പ്രോൺ ആയതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരോ ഇതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞു, അതായത് 2.5 ഇയേഴ്സിൽ 13 ഗെയിംസ് മിസ്സായി, അല്ലേ ഗിരീഷ്? ഞാൻ ആ ട്രാൻസ്ഫർ മാർക്കിൽ ആളുടെ ഇഞ്ചറി റെക്കോർഡ് നോക്കുമായിരുന്നു. സോ ആൾക്ക് ഏറ്റവും മേജർ ഇഞ്ചറി വന്ന് 1920 March 8, 2020 to November 9, 2020 ഇഞ്ചറി, നീ ഇഞ്ചറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹി ഹാസ് ബീൻ ഔട്ട് ഫോർ ലൈക്ക് 9 days, 14 days, 5 days, 12 days, 2 days, പിന്നെ ഒരു 33 days ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അതിൽ 6 കളി പോയി. ആൻഡ് ദെൻ അഗൈൻ ഒറ്റ സെക്കൻഡ് നഹാ, സോറി ബ്രോ, ഞങ്ങളൊക്കെ എന്താണെന്നറിയോ, ഇംഗ്ലീഷിലെ ഡാഡി മമ്മി ഞങ്ങളെ പറഞ്ഞു വളർത്തിരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷേ വരുള്ളൂ. ഞങ്ങൾക്ക് മലയാളം പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ കാണണ്ട, ഇറങ്ങി പോടാ ചേക്ക പറഞ്ഞോ. So basically നമ്മുടെ ഡെനിസ് സക്കറിയ സിൻസ് ദ നീ ഇഞ്ചറി നോട്ട് ടു ബാഡ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഓഫ് ദ കരിയർ നോക്കിയാൽ നല്ലോണം ഇഞ്ചറി ആയിരുന്നു. പറഞ്ഞ 15-16 ആ യങ് ബോയ്സിനെ കളിക്കുന്ന സമയത്ത് 38 ദിവസം 55 ദിവസം ഒക്കെ ഇഞ്ചേർഡ് ആയിരിക്കുന്നത്. പക്ഷെ സിൻസ് ദ നീ ഇഞ്ചറി ഇറ്റ്സ് നോട്ട് ബീൻ ദാറ്റ് ബാഡ് അക്കോർഡിംഗ് ടു മീ. 2 വർഷത്തിൽ 13 ഗെയിം പറഞ്ഞാൽ ഇറ്റ്സ് acceptable in their ഒരു പുളിസിച്ച് ലെവൽ or കോസിച്ച് ലെവൽ അല്ല if you think about it. So maybe not that bad, maybe it could all be for good. പറയാൻ പറ്റില്ല. നമുക്ക് ശരിക്കും സക്രിയ ഡെയിലി ഇന്ത്യനോട് കണ്ട ആൾക്കാർ I don't know, like at least I have not seen it. അപ്പോ it feels like a sort of എല്ലാവരുടെയും പേടി സക്രിയ സോൾ പോലെ ആവാണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. മുഹേം സക്രിയ പോലെ സൗൾ, അതെ സൗളിനെ പോലെ ആവാണ്ടിരുന്നാൽ മതി എന്നുള്ളത് ഞാൻ പറയായിരുന്നു. ഇല്ല, സക്കറിയ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ച്വലി തയ്യെങ്കിൽ തൈ എന്നുള്ള രീതിക്ക് കൊണ്ടുവരാന്നുള്ള സക്കറിനെ കൊണ്ടുവരുന്നത്. പക്ഷെ സക്കറിയ ആക്ച്വലി എനിക്കോട് ജുവന്റസിനെ സൈൻ ചെയ്യണതിന് മുമ്പ് നല്ല റേറ്റഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ
നമ്മൾ ചൗമിനെയും എന്താണ് കമവിങ്കേനെയൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ പറഞ്ഞിരുന്ന ഒരു പ്ലെയർ. അതായത് അത്യാവശ്യം ടാലന്റഡ് ആണ്, പറഞ്ഞ ഇതുണ്ട്. പിന്നെ യുണൈറ്റഡ് അത്യാവശ്യം നല്ല ലിങ്ക് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് എനിക്കറിയാം, ഹെവിലി ലിങ്ക്ഡ് ആയിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി എന്തുകൊണ്ടെങ്കിലും പറയാം, നടന്നില്ല സംഭവം. അത് ജുവന്റസിലേക്കാണ് പോയത്. സോ ഹി ഈസ് കമ്മിങ് ടു പ്രീമിയർ ലീഗ്. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ ഒബ്വിയസ്ലി ഇപ്പൊ നമുക്കിപ്പോ ഓപ്ഷൻസ് ഇടുന്ന സമയത്ത് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇന്നാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത് ആ ലിസ്റ്റിൽ ഏതില് എത്രാമത്തെയാണ് ചക്കരയാന്നുള്ളത് മാത്രം നമുക്കറിയില്ല. ബട്ട് എന്തായാലും ടൂക്കലിന് ആവശ്യമുള്ള സൈനിങ് ആയിരിക്കും. അല്ലാണ്ട് ടൂക്കലോട് ചോദിക്കാണ്ട് ഇപ്പൊ എന്തായാലും ഒരാളെ പിടിച്ചിട്ട് വരില്ല. കാരണം കംപ്ലീറ്റ്ലി ഇപ്പൊ നമ്മുടെ മാനേജ്മെന്റ് കോച്ചിനെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കണേണ്. ഹോപ്പ്ഫുള്ളി ഹി വിൽ ടേൺ ഇറ്റ് അറൗണ്ട്. ബട്ട് എനിക്ക് ആക്ച്വലി കാണാൻ താല്പര്യമുള്ളത് ഒരു അറ്റാക്കിംഗ് എന്താണ് സൈനിങ് ആണ്. ഔബമേയങ് വന്നിട്ടുണ്ട്. എനിക്ക് ഐ തിങ്ക് ലൈക്ക് ഞാൻ ആക്ച്വലി ആന്റണി ഗോർഡൻ സൈൻ ആവുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ മോർ ദാൻ ഹാപ്പി. അതെ, പക്ഷെ വലിയ നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നമ്മളിപ്പോ ഒരു റീബിൽഡിങ് ഫേസിലാണ്. ഇത് ആർസണൽ കഴിഞ്ഞ സീസണും എന്തായിരുന്നു, എന്നിട്ട് നമ്മളിപ്പോ എവിടെ നിന്ന് എത്തുന്നു? സോ ഐ മീൻ എന്തോ നമ്മൾക്ക് ഭയങ്കര പെട്ടെന്നൊരു മറവി വന്ന പോലെ. ആസ്പിൻ ഇവരെല്ലാവരും എല്ലാ കാര്യങ്ങളും മറന്നു. അല്ല, ഞാനിപ്പം ഇതിപ്പം റോമന്റെ സമയത്തായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ 2 കളിയുടെ കഴിയുമ്പോഴത്തേക്കും തുക്കല് സാക്കാവും. ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള സമയത്താണ് നമുക്ക് പ്ലേസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോ നമ്മൾ ചേഞ്ച് ചെയ്തോണ്ടിരുന്ന സാധനം മാനേജേഴ്സ് ആണ്. എന്തെങ്കിലും കാണിച്ച് ചെൽസിയിൽ നിന്ന് സെറ്റപ്പ് ആക്കി എടുക്കുമായിരുന്നു റോമന്റെ സമയത്ത്. ബട്ട് സിൻസ് ഇറ്റ്സ് ന്യൂ മാനേജ്മെന്റ്, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പൊ എന്തേലും ആയി, ദോസ് ഹു കെയിം ദോസ് ഹു ലെഫ്റ്റ്. ലെറ്റ് ദി മാനേജ്മെന്റ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ. അറ്റ്ലീസ്റ്റ് ഒരു ജനുവരി വരെ വെയിറ്റ് ചെയ്യുക. ജനുവരി ആകുമ്പോഴത്തേക്ക് ഒരു സ്പോർട്സ് ഡയറക്ടർ വരുമെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു ഇത്. ദാറ്റ്സ് ദെയർ പ്ലാൻ ഫോർ ദ മൊമെന്റ്. അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഗിവൺ റിച്ചസ് റൂമേഴ്സ് ദാറ്റ് എന്താ പറയുക, ടുക്കലിന് 2 വർഷം കോൺട്രാക്ട് കൂടെ കൊടുക്കുന്ന കാര്യം കൂടെ എല്ലാം മൊത്തത്തിലൊന്ന് കൂട്ടി വെച്ച് കഴിയുമ്പോൾ സ്ക്വാഡ് റീബിൽഡിംഗ്, ഒരു ലോങ് ടേം റീബിൽഡിംഗ് ഫേസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. UCL ഇല്ലാത്ത ഈ പറയുന്ന യുണൈറ്റഡ് 5 ടൈംസ് UCL വിന്നറായ കാസിമിറോനെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ സൈൻ്റെ ആന്റണി എന്താ പറയുന്നത്, വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡും, പിന്നെ മേ ബി ദി മോസ്റ്റ് എക്സൈറ്റിംഗ് ബ്രസീലിയൻ ടാലന്റ് ഇൻ യൂറോപ്പ്. അങ്ങനെ 2 പേരെയാണ് സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഗിവൺ. ഈ പറഞ്ഞ പോലെ വി ജസ്റ്റ് നീഡ് ടു എന്താ പറയുക, ഒരു ഫുട്ബോളിംഗ് പ്രോജക്ട് സക്സസ്ഫുൾ ആണെന്ന് ഉള്ള ഒരു ഇമേജ് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം പ്ലേയേഴ്സിനോടും പ്ലേയേഴ്സിന്റെ ഏജൻസിനോടും. അങ്ങനെയാണെങ്കിൽ മേ ബി ഇൻ ജനുവരി ഓർ നെക്സ്റ്റ് സമ്മർ വി വിൽ ബി ഏബിൾ ടു കൺവിൻസ് പ്ലേയേഴ്സ് പ്രോപ്പർലി. ഈ സീസണിൽ നമ്മുടെ ഏറ്റവും വലിയ റിഗ്രറ്റ് കറക്റ്റ് ആയിട്ട് പ്ലേയേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല, കറക്റ്റ് ആയിട്ട് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബിഗർ ടീംസ്, ഒബ്വിയസ്ലി ബാഴ്സലോണ പോലുള്ള ബിഗർ ക്ലബ്സ്, ഈവൻ അണ്ടർ ഡെപ്റ്റ്, വി ആർ ഏബിൾ ടു കൺവിൻസ് ദം. ആ ഒരു കൺവിൻസിങ് ഫാക്ടർ മേ ബി ഒരു നല്ല എന്താ പറയുന്ന ഒരു കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നമുക്കിനി വരും 1 വർഷത്തിൽ അല്ലെങ്കിൽ 1.5 വർഷത്തിൽ കാണാൻ കഴിയുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഞാനിപ്പോ ട്വിറ്ററിൽ ഒരു കമന്റ് പറഞ്ഞു, ഇതൊരു കുലസെവസ്കിയായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമല്ലേ ഹെബാറെ. ആ ഒരു എക്സാമ്പിൾ ഞാൻ മ്യൂട്ടിലാണോ? ആ ഒരു എക്സാമ്പിളിലാണ് എല്ലാ പ്രതീക്ഷകളും. ഇതേപോലെ യുവന്റസിൽ കുറച്ച് ക്ലിക്ക് ആവാത്ത പ്ലേയേഴ്സ് കേം ടു പ്രീമിയർ ലീഗ് ഇപ്പൊ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി സംതിങ് സിമിലർ. ഇല്ലെങ്കിൽ ഒരു പോഗ്ബ ഇല്ലെങ്കിൽ സോൾ ആവാണ്ടിരുന്നാൽ മതി. ഓ, അതിന്റെ കഥയൊന്നും പറയിപ്പിക്കരുത്. ഇതിപ്പോ അത് ഭയങ്കര വലിയ ഇഷ്യൂ ആയി കിടക്കുകയാണല്ലോ. പോലീസ് കേസ്, മന്ത്രവാദം, കൂടോത്രം, എന്തൊക്കെയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ഏതൊരു കമന്റ് ഉണ്ടതോ, മറ്റേ പോഗ്ബ ഒരു ചത്ത കോഴീനെ ഓൾഡ് ട്രാഫോർഡിന്റെ നടുവിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട്, ആൾക്ക് ഇഞ്ചുറി ആവാണ്ടിരിക്കുകയാണ്. ചത്ത ഹൈനെ ഓൾഡ് ട്രാഫോർഡിന്റെ ഇതില് അവിടെ എത്ര ക്യാമറയും എത്ര സെക്യൂരിറ്റിന്റെ ഇടയിൽ കൂടി ഇയാളൊരു ചെന്നൈനെയും പിടിച്ചതിന്റെ ഉള്ളിൽ കൂടെ പോയി. എനിക്ക് ഓർമ്മ വരുന്ന സിനിമയാണ് തേങ്ങ ഉടക്കി സ്വാമി തല പൊട്ടട്ടെ എന്ന് പറയണ പോലെ. അല്ല, ഇഞ്ചുറി ആവരുത് പറഞ്ഞിട്ട് മൂപ്പർ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇഞ്ചുറി ഒരു 3-4 മാസം പുറത്ത്, പോലീസ് കേസ്. യുണൈറ്റഡ് രക്ഷപ്പെട്ടു, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ പോഗ്ബയുടെ അവസ്ഥ ലൈക്ക് ദ PR ഗെയിം വുഡ് ഹാവ് ബീൻ എ മെസ്. ഓ സത്യം. ഗ്രാം പോട്ടറോ പോടിയല്ല ഹൈന. ഓക്കേ, നമുക്കൊരു മൊത്തത്തിലൊരു റൗണ്ട് അപ്പ് എടുക്കാം. മൊത്തത്തിലുള്ള ട്രാൻസ്ഫർ. ഗ്രാം പോട്ടർ ചുമ്മാ ഗ്രാം പോട്ടർ വന്നിട്ടുണ്ടെങ്കിൽ നന്നായനെ എന്നുള്ളത് ചുമ്മാ ഇടയിലോ. നമുക്കൊരു മൊത്തത്തിലൊരു ഇതെടുക്കാം. എന്താ പറയണേ, ഈ എൻറ്റയർ ട്രാൻസ്ഫർ വിൻഡോയിൽ അക്രോസ് യൂറോപ്പ്, I think which club did you think have the best transfer? Just to shout out a name, give me a while. I'll start with Aspen, Girish, Ajit, angana vara. Aspen, which club and why? Barcelona. No doubt. Girish? City. City, interesting. Ajit?
ടോട്ടനം. നിങ്ങൾ മനസ്സിലായി ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണല്ലോ Tottenham actually got six very good crucial players also. Yeah, 7 players and all of the players are like proper Conte style players. പുള്ളി ആ ടീമിനെ സെറ്റ് ആക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ് കുഡ് ലൈക്ക് ഈ സീസൺ ചിലപ്പോൾ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് ആവുണ്ടാവില്ലായിരിക്കും, ബട്ട് നെക്സ്റ്റ് സീസൺ പ്രോബബ്ലി. സോ ഹീസ് ഗോട്ട് ദ പ്ലേയേഴ്സ്, ഹീസ് ഗോട്ട് ദ ബാക്കിംഗ് ഓഫ് ഡാനിയൽ ലെവി, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ പുള്ളി ഇറങ്ങി ഓടിയനെ, പക്ഷേ he's got the backing, and I think Tottenham, definitely Barcelona, but Barcelona I would say, because I don't know what they have done, they have done something, that lever thing and everything, but Tottenham for me. Interesting. Jitu? I'm sad to say this, but Barcelona, they have offloaded like 18 to 20 players and then complete rebuild നടത്തി, like Lewandowski, Conde, like top signings. Barcelona. Mohim? I hate to say Barcelona, അതുകൊണ്ട് സിറ്റി. സിറ്റി. ബാർ? ആർസണലിൽ തിരക്കേടില്ല, വന്നവരൊക്കെ ഫുൾ സെറ്റായി പെട്ടെന്ന് തന്നെ. സിറ്റി അൺറിയൽ ബിസിനസ്. പിന്നെ ബേണ് കുറച്ച് പേര് മെൻഷൻ ചെയ്ത് കണ്ടു, ഗ്രൈവൻബർഗ്സിനൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് തന്നെ വാങ്ങി, എന്തെങ്കിലും സ്ട്രെങ്ത് ഉണ്ട് മൾട്ടിപ്പിൾ ഏരിയാസ്. സാഡിയോ മാനെ അഗൈൻ വേൾഡ് ക്ലാസ് പ്ലെയർ, ബേൺ ആസ് വെൽ. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു 20 പേരിനെ ഫിഫ പോലെ വാങ്ങി കൂട്ടിയാൽ അവർക്കൊരു ഷൗട്ട് ഔട്ട്. 20 പേര് അല്ല, എന്ത് കണ്ടിട്ട് ഇവര് സൈൻ ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും ഒക്കെ അതിനകത്ത് ലോൺ കിട്ടും. 20 പ്ലേയേഴ്സ്. മറ്റു ചെങ്ങായിക്ക് 40 മില്യനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇയാള്. ഗിബ്സ് വൈറ്റ്. അനൗൺസ് ചെയ്തായിരുന്നല്ലോ, they plan to stay in the Premier League and build forward. എന്തൊക്കെ വന്നാലും relegation battle പോവരുത്, അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. PSG കറക്റ്റ്. PSG കളിക്കുന്നുണ്ട് അവിടെ. PSG is playing awesome. വിട്ടീനെ അടിപൊളി കളിക്കുന്നുണ്ട്. മുക്കിയയിലെ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നൂണോ മെൻഡസ് കഴിഞ്ഞ സീസൺ ലോണിലായിട്ട് ഇപ്പൊ പെർമനന്റ് ആയത് തോന്നുന്നില്ല. അവരുടെ ലെഫ്റ്റ് ബാക്ക് ഉഷാറ് പ്ലെയറാ, അടിപൊളി പ്ലെയർ. PSG പൊളിച്ചു ഈ സീസൺ. പക്ഷേ that being said, നമ്മുടെ വിൻഡോ മോശമല്ലായിരുന്നു. ലൈക്ക് ഐ ഫൈൻഡ് ലൈക്ക് വെരി, നമ്മുടെ ചെൽസി ടീമിനെ നോക്കിയാൽ നമ്മളെ റിയലി ഗുഡ് വിൻഡോ. ഒബ്വിയസ്ലി അതർ ക്ലബ്സ് ഹാവ് ഹാഡ് ബെറ്റർ വിൻഡോസ് ബിക്കോസ് അവർ കുറച്ചുകൂടി ഹൈ പ്രൊഫൈൽ പ്ലേയേഴ്സ് സൈൻ ചെയ്തിട്ട്. പക്ഷെ നമ്മുടെ വിൻഡോ മോശമല്ല. ഞാൻ പറയണേ, കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലബ്ബ് എന്താണോ കഴിഞ്ഞു പോയത്, ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത്, ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇതേ. പക്ഷെ ബാർസലോണ ബിക്കോസ് അവർ അതിനെക്കാട്ടിലും സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു. എന്നിട്ട് ദി കൺവിൻസ് ഡെംബെല്ലെ ടു സ്റ്റേ ബാക്ക്, കൂണ്ടിനെ സൈൻ ചെയ്തു. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. സോ ഗിരീഷ് പറഞ്ഞ പോയിന്റ് തന്നെ, നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കാൻ തന്നെ ഐ തിങ്ക് വി ഹാഡ് എ വെരി ഗുഡ് സീസൺ അല്ലേ. ആൻഡ് ഓൾസോ നമ്മുടെ സൈനിങ്സ് എല്ലാം ഇതുവരെ ക്ലിക്ക് ആയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർ സൈനിങ്സ് ആർ ഡൂയിങ് ബാഡ്. നമ്മുടെ ഉള്ള പ്ലേയേഴ്സ് ആണ് മോശമായിട്ട് കളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദി ന്യൂ പ്ലേയേഴ്സ് ആർ ഡൂയിങ് റിയലി വെൽ. ബ്രോ, നേരെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, വിച്ച് ടീം ഹാഡ് ദ വേർസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ആണെങ്കിൽ ഒരു പോൾ എടുത്ത് നോക്കുക ഇതേപോലെ. വേർസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ ഞാൻ തന്നെ തുടങ്ങാം, നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക്. വേർസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ, കോഷ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേര് പറയാൻ പറ്റില്ല, ലിവർപൂളിന്റെ പേരും പറയാൻ പറ്റില്ല. ഐ തിങ്ക് ലെസ്റ്ററിന്റെ പേര് പറയാം, ഒരുത്തനെയും വാങ്ങാണ്ട് പെട്ട് വട്ടം തിരിഞ്ഞൊരു ടീം. എനിക്ക് തോന്നുന്നു അയാക്സ് ഓൾസോ ഹാഡ് എ വെരി ബാഡ് ട്രാൻസ്ഫർ വിൻഡോ. അല്ല, പക്ഷെ അവർക്ക് ബിസിനസ് വൈസ് ദേ ഹാഡ് ഗുഡ്. പക്ഷെ ഫ്രം എ ഫുട്ബോളിംഗ് പോയിന്റ് ഓഫ് വ്യൂ ലെസ്റ്റർ തന്നെ ആവണം. എവർട്ടൺ രാജീവ് പറയുന്നു. ബാക്കിയുള്ള എവർട്ടൺ വാങ്ങിയല്ലോ, കുറെ പേര് വാങ്ങി. കുഡൂസ് ഒക്കെ ഇപ്പൊ ഫോർസിംഗ് മൂവ് എന്നൊക്കെ ഉണ്ടാവും. ബട്ട് അത് ഒഫീഷ്യൽ ആയോ? മുഹമ്മദ് കുഡൂസ് ഫ്രം അയാക്സ്. പെട്ടെന്നൊരു What are your thoughts of Fofana, his intro video? പുള്ളി പറയണ്ടായിരുന്നു, ഐ ലവ് ദിസ് ക്ലബ്, ദിസ് ഹസ് ബീൻ മൈ ഡ്രീം. യൂഷ്വലി പ്ലേയേഴ്സ് ഡ്രീം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ പുള്ളിയുടെ ആ ഫുൾ ഇന്റർവ്യൂവിൽ പുള്ളി സ്മൈൽ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും, പിന്നെ ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ ഉണ്ട് വെയറിംഗ് ദ ചെൽസി ഷർട്ട്. ഐ റിയലി തിങ്ക് ഹി വാസ് എ ചെൽസി ഫാൻ, ലൈക്ക് ചെറുപ്പത്തിൽ തന്നെ. ലുക്കാക്കൂടെ ഇതേപോലെ ഒരു ഫോട്ടോ ഉണ്ടോന്നാണ് എന്റെ സംശയം. അത് കാരണം അതൊക്കെ പോട്ടെ. Nottingham Forest are set to sign Michy Batshuayi from റൊമാനോന്റെ ആണ് 19 seconds മുമ്പ്. ഡീൽ ഓൾമോസ്റ്റ് ഡൺ വിത്ത് ചെൽസി. സോ ബെസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ എവർ. എല്ലാ ഡെഡ്വുഡ്സും ബാർക്ലി, ബക്കയോക്കോ, ലുക്കാക്കു, വേർണർ, എന്താണ് ഡ്രിങ്ക് വാട്ടർ,
എന്താണ് name any deadwood. He's gone now. Alonso is not a deadwood, but whatever. Like ജോർജിനിയോ കൂടെ പോയ ആസ്പിൻ പടക്കം പൊട്ടിക്കുന്നതാണ് അടിയില്. ജോർജിനിയോ സൈഡിൽ ന്യൂസും കൂടെ വന്ന ഗിരീഷ് ബ്രോ പക്ഷെ അല്ല ബക്കോയൊക്കെ പോയോ? ബക്കോയൊക്കെ സ്റ്റിൽ ചെൽസി പ്ലെയർ റൈറ്റ്? കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തില്ലേ? ഇല്ല ബക്കിയൊക്കെ ബെഞ്ചിലിരിക്കുന്നുണ്ടല്ലോ, മിലാന്റെയോ ഏതോ ടീമിന്റെ. ഇന്നലെ ഒന്നും കണ്ട് ടെർമിനേറ്റ് ചെയ്തു കോൺട്രാക്ട് ചെൽസി ആയിട്ട്. ഓ ഗ്രേറ്റ്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇത് കഴിഞ്ഞ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ നോക്കി സംഭവം, ഞാനും കണ്ടായിരുന്നു ഈ ടെർമിനേറ്റ് ചെയ്ത് ചെൽസി ആയിട്ടുള്ള. പക്ഷെ ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, ആള് മിലാൻ ബെഞ്ചിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ലോണിലാണ്, ഓൺ ലോൺ ഫ്രം ചെൽസി. ഓൺ ലോൺ, അതെ. ഇത് ഇപ്പൊ നമ്മുടെ മറ്റേ ഡീൽസ് വന്നിട്ടുണ്ട്. ലോൺ വിത്ത് 30 million ഓപ്ഷൻ ടു ബൈ പൗണ്ട് സക്രിയന്റെ, നോട്ട് മാൻഡേറ്ററി. നല്ല കാര്യം, നമ്മൾ എന്നാലും എക്സസൈസ് ചെയ്യില്ല. നമ്മൾ ബില്ലി ഗിൽമോറുടെ കാര്യം പറഞ്ഞായിരുന്നു, പക്ഷെ അംപഡും ലോണിൽ വിട്ടത് ആക്ച്വലി കുറച്ച് ഒരു ഡൈസി മൂവ് അല്ലേ? കാരണം അംപഡു ഇസ് എ വെരി യൂട്ടിലിറ്റി പ്ലെയർ. എനിക്ക് തോന്നുന്നു ഹി ക്യാൻ പ്ലേ മൾട്ടിപ്പിൾ പൊസിഷൻസ്. ഐ ഡോണ്ട് നോ, സംതിങ് is not doesn't add up over there. And also he backs himself. So I know it's very strange. നല്ല പെർഫോമൻസ് ചെയ്തിരുന്നു. So I don't know, it's very very strange. അയാൾ ഇത്രയും 3-4 കൊല്ലം he has played literally week in week out. മോശം ടീമുകളാണെങ്കിലും അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്ന് വന്ന് ഫൈറ്റ് ഫോർ യുവർ പ്ലേസ് ബെഞ്ചിലിരിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ചിലപ്പം ഞാൻ വേറെ പെർസ്പെക്റ്റീവ് പറയാം. നമ്മൾ കാണുന്നതിനും കൂടുതൽ ഇൻ ദ ട്രെയിനിങ് ഗ്രൗണ്ട് അനാലിസിസ്, ഡ്രിൽസ്, ഇതെല്ലാം കാണുന്ന ഒരാളാണ് നമ്മുടെ കോച്ച് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫ്. നമ്മുടെ കയ്യിലോ പ്ലെയർ ഉണ്ട്. ഐ ക്യാൻ ടോക്ക് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ഓൾസോ. നമ്മുടെ കയ്യിലോ പ്ലെയർ ഉണ്ട്. ഹി ഈസ് എക്സ്ട്രീംലി ഗുഡ് ഇൻ മെനി ആസ്പെക്ട്സ്, ബട്ട് ഐ വാണ്ട് ടു പ്ലേ എ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അവനെ കളിപ്പിക്കാൻ സ്ഥലമൊന്നുമില്ല. എഫക്റ്റീവ്ലി ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പ്ലെയർ. ചിലപ്പോൾ ഈ ആംപഡു, ബില്ലി ഗിൽമോർ ഒക്കെ അതുപോലത്തെ പ്ലേയേഴ്സ് ആയിരിക്കും ഹു ആർ എക്സ്ട്രീംലി ഗുഡ് ആൻഡ് ടുക്കൽ നോസ് ദാറ്റ്, ഓർ ഹൂവർ ഈസ് ഡീലിംഗ് വിത്ത് ദീസ് ഗൈസ് നോസ് ദാറ്റ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സിസ്റ്റം ഹി ഹാസ് ഇൻ മൈൻഡ് ഓൾറെഡി അയാളുടെ മുൻവിധി അയാളോട് പറഞ്ഞു കഴിഞ്ഞു, ഈ രണ്ട് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്ലേയേഴ്സ് എന്റെ സിസ്റ്റത്തിൽ സ്യൂട്ട് ആവില്ല. പിന്നെ അത് യൂസ് ചെയ്യില്ല. ഇറ്റ് നെവർ കംസ് ടു ഹിസ് മൈൻഡ്. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇറ്റ് നെവർ കംസ് ടു ഹിസ്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കാം ഈ ആംപഡു അല്ലെങ്കിൽ ബില്ലി ഗിൽമോർ പോലെയുള്ള പ്ലേയേഴ്സിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ കൻ യു തിങ്ക് ഓഫ് വൺ പ്ലെയർ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല പറഞ്ഞ് ഒഴിവാക്കി സഡൻലി കെയിം ബാക്ക് ആൻഡ് സ്റ്റാർട്ടഡ് പെർഫോമിംഗ്? അങ്ങനെ ഫാബ്രിഗാസ് ഇസ് വൺ എക്സാമ്പിൾ. കോണ്ടെ വന്ന ഉടനെ പ്രൊഫൈൽ ഡിമെൻസഡ് ഇല്ല, he is not the kind of player I want in midfield. പക്ഷേ ഗതിയോട് കൊണ്ട് എന്തോ കൊണ്ട് he started playing and we won a league because of Fabregas. Fabregas അംപയറിനെ കമ്പയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞു മേ ബി മാനേജേഴ്സ് ഹാവ് ടു ബി. അവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there are certain situations. ഒരു കോച്ച് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനനുസരിച്ചാണ് യൂഷ്വലി he sets out a formation. He has one tactics and he will expect okay counter tactics ഇതായിരിക്കും. അതിന് ചേഞ്ച് വരുത്താൻ വേണ്ടി ഡ്രാസ്റ്റിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു ഫാബ്രിഗാസ്. But I don't think the same is correct with Ampadu or Billy Gilmore because of one particular reason. That reason, experience. Fabregas was an extremely experienced player. Either system I got. End of the day, he was an experienced footballer. But can you say the same about Billy Gilmore? And even with the amount of loans that he had, can you say the same about Ethan Ampadu? We are talking about Premier League. We are talking about Chelsea. We are talking about a top 4 fight. I don't think he is willing to take that risk. I mean, Thomas Tuchel is willing to take that risk. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല മാനേജേഴ്സിന്റെ മേലുള്ള പ്രഷർ. ടോപ്പ് 4 എത്തിയില്ല എന്നുണ്ടെങ്കിൽ സെറിവിളിയാണ്. അതിന് ഇവര് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യും. ഈവൻ ഫോർഡൻ പോലും മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഓക്കെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അവന് ഇതുവരെ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ പെർഫോമൻസ് ഐ തിങ്ക് മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് തന്നെ പറയണം. ബട്ട് ഔട്ട്സൈഡ് നോക്കാൻ നേരത്ത് അങ്ങനെ ബ്രേക്ക് ത്രൂ പെർഫോമൻസ് റെഗുലർലി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കാണുന്നില്ല. സോ ഈ സ്റ്റിൽ ഡെവലപ്പിംഗ്. പക്ഷെ അത് മാത്രമേ ഒരു പ്ലെയർ ഉള്ളൂ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ഐ തിങ്ക് തോമസ് ടുഖൽ ഇസ് വെരി ക്ലിയർ. ആ എക്സ്പീരിയൻസിന് ഹി ഗിവ്സ് എ ലോട്ട് ഓഫ് വാല്യൂ. അതിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ജിത്തുന് എന്ത് തോന്നുന്നു? ഒബ്വിയസ്ലി ഗെയിം ടൈം ഒരു ഇഷ്യൂ ആയിരിക്കും. ഇങ്ങനത്തെ രണ്ട് പ്ലേയേഴ്സ് ഒബ്വിയസ്ലി ടാലന്റഡ് ആണ്. ഇഫ് ഗിവൺ ഗെയിം ടൈം ദേ കുഡ് ഡു വെൽ, ഐദർ ഡു വെൽ ഓർ നോട്ട് ഡു വെൽ. ഇറ്റ്സ് എ 50-50 കോൾ. ബട്ട് ദെൻ ക്ലബ് ലൈക്ക് ചെൽസി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പൊ ടൂക്കലിന് പറ്റൂല്ല എന്നറിയില്ല. പിന്നെ ഐ തിങ്ക് ഈ ചുക്കുമൊക്കെ ഈ സീസണിൽ കുറച്ച് ഗെയിം ടൈം കൊടുക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഗിൽമോറിനും അംപഡുവിനും ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചുക്കുമൊക്കെ ഈസ് നോട്ട് ബാഡ് ആസ് എ DM. ലൈക്ക് ബോൾ വിന്നിങ്ങിലൊക്കെ നല്ല എബിലിറ്റി ഉള്ള പ്ലെയർ ആണ്.
ലൈക്ക് ഒരു ബോക്സ് ടു ബോക്സ് പക്ക മിഡ്ഫീൽഡർ ആണ്. അപ്പൊ പതുക്കെ പുള്ളിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇതായിരിക്കും, ഇല്ലെങ്കിൽ അവനെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഫസ്റ്റ് ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇതില് നോക്കുമ്പോ ഇറ്റ് മേക്ക് സെൻസ്. ബട്ട് ദെൻ സാഡ് ടു സീ അമ്പഡു ലീവ് ആൻഡ് ഗിൽമോർ ഒബ്വിയസ്ലി. ബട്ട് നമ്മള് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല കറന്റ്ലി ടീമിൽ ഇപ്പൊ. അതാണ് ഒരു വിഷയം, അത് പറയാനുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് പ്രോബബ്ലി നവംബർ വിൽ ബി എ ഹ്യൂജ് ബ്രേക്ക് ഫോർ തോമസ് ടൂക്കൽ. പുള്ളിക്കാരനൊന്ന് ചിന്തിച്ച് ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് ഒന്ന് അനലൈസ് ചെയ്ത് ഇനി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് ഒരു അവസരമായിരിക്കും. മുഹേം, ഇതിന്റെ അകത്ത് എനിക്ക് ഒരെണ്ണം പറയാനുള്ളത്, ആകെ ഇപ്പൊ ഗിൽമോർ ആണെങ്കിലും അൻപഡോ ആണെങ്കിലും പോണതിനെ പറ്റിയിട്ട് ഓബിയസ്ലി അവരുടെ ഗെയിം ടൈം അവർ നല്ലോണം പുഷ് ചെയ്തിട്ടുണ്ടാവും, കാരണം അവർക്ക് ഇനിയിപ്പോ ഗെയിം ടൈം വേണ്ട സീസൺസ് ആണ് വന്നത്. പക്ഷേ ആകെ എനിക്കൊരു ഇഷ്യൂ തോന്നിയിരിക്കണത്, നമ്മള് സെല് ചെയ്യുമ്പോൾ മാത്രം ഈ പറഞ്ഞ പോലെ 10 മില്യൺ, സെയിം വില്ലി ഗിൽമോർ വേറെ ടീമിലാണെന്നുണ്ടെങ്കിൽ സെല് ചെയ്യുമ്പോൾ 25 മില്യൺ കിട്ടും. ഇപ്പൊ സിമ്പിൾ ഞാൻ നമ്മ സെയിം സിറ്റുവേഷൻ വില്ലി ഗിൽമോർ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് നമ്മള് വിറ്റിട്ടുള്ള പ്ലേയേഴ്സിന്റെ സിറ്റുവേഷൻ അത്യാവശ്യം നല്ല ടാലൻസുകളൊക്കെ. അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് വാല്യൂ. കേർസൂമിനെ നമ്മൾ കൊടുത്തത് 40 മില്യൺ, നേരെ മറിച്ച് കേർസൂമിനെ നമ്മൾ മേടിക്കായിരുന്നെങ്കിൽ 60-70 മില്യൺ കൊടുക്കേണ്ടി വന്നേ. 40 മില്യൺ ഇല്ലായിരുന്നു, 30 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ എനിവേ നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ആവശ്യമില്ലാത്തൊരു പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ അണ്ടർ സെല് ചെയ്തു. സെയിം പോയിന്റ് തന്നെ. ഇപ്പൊ നമ്മള് ഇതിന്റെ വാല്യൂഷൻ ഇപ്പൊ അബ്മയങ്ങിന്റെ എക്സ്ചേഞ്ച് ആണെങ്കിൽ കൂടി മാർക്കസ് അലോൺസോനെ കൊടുത്തിട്ട് 14 മില്യൺ എന്തോ കൊടുത്തിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്തേക്കണം, സ്വാപ്പ് ചെയ്തേക്കണേ. അപ്പൊ അതും അലോൺസ് ഈസ് മോർ ദാൻ ദാറ്റ് നമ്മുടെ അഭിപ്രായത്തിൽ. പിന്നെ വേറെ സിറ്റുവേഷൻ പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ നവംബറിലേക്ക് വരുന്ന സമയത്തുള്ള നമുക്ക് എനിക്ക് ഡിസംബർ, അതായത് വിന്റർ വിൻഡോയിലും കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് സൈൻ ചെയ്യാൻ പറ്റും, അതായത് ക്യാഷ് സ്പ്ലാഷ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അത് കഴിഞ്ഞ് അടുത്ത സീസൺ ഐ ഡോണ്ട് തിങ്ക് സോ, കാരണം FFP ഒക്കെ വന്നിട്ട് മതി മോനെ പരിപാടി സൈഡാക്കിക്കോ എന്നുള്ള രീതിക്ക് പറയും. അപ്പോൾ ഈ വിന്റർ വിൻഡോയും കൂടെ ഏകദേശം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും 1-2 സൈനിങ്സ് നടത്താൻ പറ്റും. ആ ഒരു അസസ്മെന്റിൽ നോക്കാം, അത്രേ ഉള്ളൂ. എത്തി ലണ്ടൻ. പക്ഷെ അതാണ് ആളുടെ ജോ ഒക്കെ പൊട്ടി സ്ഥിതിക്ക് ആളുടെ അനൗൺസ്മെന്റ് ഏത് ഫോട്ടോ വെച്ചായിരിക്കുന്നതാണ്. മറ്റേ സിനിമ എന്താണ് ചന്ദ്രലേഖ സിനിമയിൽ മാമുക്കേണ്ട ഇതില്ലേ, അതുപോലെ ഇരിക്കും. എസ്കേപ്പ് പ്രോ ഇറങ്ങി തോന്നുന്നു. സോ ഐ തിങ്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഫോർവേഡ് ഓപ്ഷൻസിൽ മെയിൻലി ന്യൂസ് വരുന്ന ഡിപ്പായ് ആണ്. ഡിസ്കസ് ചെയ്തതാണോ ഞാൻ ഇറങ്ങിയപ്പോ? ഡിപ്പായുടെ ടച്ച് ചെയ്തായിരുന്നു ഐ തിങ്ക് സോ. സോ ഐ തിങ്ക് മോസ്റ്റ്ലി ആർ അറ്റാക്കിംഗ് ഓപ്ഷൻസ് വേർ ഈ അടുത്ത് നോക്കിയത് ഡെപ്പായ് ആൻഡ് സാഹ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് വി വർ ലിങ്ക് ടു മെനി വൈഡ് അറ്റാക്കേഴ്സ്. അപ്പോൾ ആസ്പിൻ ബ്രോ ഫസ്റ്റ് ഐ സ്റ്റാർട്ട് വിത്ത് യു. നമ്മളിപ്പോൾ ഈ ഒരു നിമിഷത്ത് if our window closes, no more incomings and outgoings, Aubameyang വന്നു ആൻഡ് സക്കറിയ വന്നു, will you be happy with our squad for the rest of the season? അതായത് റെസ്റ്റ് ഓഫ് സീസൺ അല്ല, ജാനുവരി വരെ കൊണ്ടുപോകാനുള്ള ആൾക്കാരായി എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ? ആൻസർ ഓൾറെഡി എബാന്ന് അറിയാം. മിഡ്ഫീൽഡ് അല്ലാണ്ട് ശരി പറഞ്ഞോളൂ. ടേക്കിംഗ് ഔട്ട് ദാറ്റ് ഫാക്ടർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒബാമയാങ് ഒരു എന്താ പറയുന്നത്, ഐ മീൻ if he is able to give a 7 out of 10, 7.5 out of 10 performance week in week out, we will have a solid run. പക്ഷെ സോളിഡ് റൺ ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് റൺ ആവാൻ ഒരു ചാൻസും ഇല്ല ഈ സ്ക്വാഡ് വെച്ചുകൊണ്ട്. നോ മാറ്റർ ഹൗ മച്ച് യു പുട്ട് ഇൻ ടു ടാക്ടിക്സ്, നോ മാറ്റർ ഹൗ എന്താ പറയുന്നത് ഹൗ സോളിഡ് യു മേക്ക് യുവർ ഡിഫൻസ്, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ദിസ് ഈസ് നോട്ട് എ ടൈറ്റിൽ വിന്നിംഗ് സ്ക്വാഡ് അറ്റ് ദ മൊമെന്റ്. ടോപ്പ് 4 സ്ക്വാഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്ലെയർ ദാറ്റ് വി ഹാവ്, എന്താ പറയുക, ഇഞ്ചറി ഒന്നും ഒരുപാട് നമ്മളെ ബാധിച്ചില്ല. ഈ കഴിഞ്ഞ തവണ ചിൽഡ്രനൊക്കെ വന്ന പോലെ ഒരു എന്താ പറയുന്ന സിസ്റ്റം ഡിഫീറ്റിംഗ് ഇഞ്ചറി വന്നില്ലെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ഒരു ടോപ്പ് 4 സ്പോട്ട് സെക്യൂർ ചെയ്യാൻ കഴിയും. കാരണം അതിനുള്ള ക്യാരക്ടർ ഉണ്ട് ഈ സ്ക്വാഡിൽ. ഓഫ് കോഴ്സ് ഒരു ഫ്ലെയറും അതുപോലുള്ള ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കുറച്ച് കുറവാണ്, എസ്പെഷ്യലി ആഫ്റ്റർ. അത് മാത്രം ഒന്ന് എങ്ങനെയെങ്കിലും ടാക്ടിക്കലി സെറ്റിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ടു ബി ഓണസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ 4-2 വാസ് ആൻ അട്ടർ ഡിസാസ്റ്റർ. അപ്പം
I think maybe Tuchel is trying something or he is trying something and the players are not able to do it. അപ്പം ആ ഒരു പ്രശ്നം ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ we have a top 4 spot. So that is good enough for me at the moment. പുതിയ management, top 4. Build till next season, get more players, then we can challenge for the title. കോർണർ ലിവർപൂളോ? ഇതെന്ത് ന്യൂസ് അത്? That's not happening. ഇല്ല, ഒക്കെ തോന്നട്ടാ Thomas Sumner സെക്കൻഡ്. is disaster. ഗിരീഷ് ബ്രോ, ഒബമേങ് once he's fully fit, നിങ്ങളുടെ അഭിപ്രായത്തിൽ who do you think are first choice front threes attack? It has to be Aubameyang. നമ്മുടെ Kai Havertz current form പോയ it has to be Aubameyang. അതുവരെ I think for the next 2 or 3 games നമ്മുടെ ബ്രോഹയ്ക്ക് ഒരു ചാൻസ് കിട്ടും. It depends a lot on that as well. നമ്മുടെ ബ്രോഹ if he fires in the 2-3 games, then maybe Tuchel's mind a doubt ഉണ്ടാവും, like do we go ahead with Aubameyang or do we ease Aubameyang into the team? Let's give Broha an extended run. Our opportunity ഉണ്ട് ഇപ്പൊ ബ്രോഹയ്ക്ക്, especially with respect to Kai Havertz in the form. I'd be very disappointed if Kai Havertz starts again against West Ham. I'll be very very disappointed because ഇതുവരെ ഈ കണ്ട പെർഫോമൻസിൽ ഒട്ടും ഡിസേർവ് ചെയ്യാത്തൊരു മനുഷ്യനാണ് Kai Havertz, more than anyone according to me. So let's see how that goes. I'm generally very excited about Aubameyang. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ like he guarantees goals. He has guaranteed goals in every season so far, and he has at least guaranteed goals what our strikers have provided so far. So our expectation is a good quick fix until we find a long term solution in that position. സാവേന്റെ അഭിപ്രായം മൗണ്ടും ഡ്രോപ്പ് ആവണം എന്നാണ്. അതിലിപ്പോ തൽക്കാലം എനിക്ക് എതിരഭിപ്രായം ഇല്ല. പക്ഷേ അജിത് ബ്രോ, വാട്ട് ഡു യു തിങ്ക്? മൗണ്ടും കുറച്ചാലും ബെഞ്ചിരിക്കുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും? ഡു യു തിങ്ക് പുലിസിക് or someone should be given a chance? I think, yeah, Pulisic. I think Ziyech played a pretty decent game, Kali. So I think Ziyech, it seemed like Ziyech is going on loan or going permanent transfer to Ajax. Since that fell through, എനിക്ക് തോന്നുന്നു Ziyech would be hungry to make a mark. കാരണം according to his age also, if he looks, ഇപ്പോ it's high time he plays first team football. അപ്പൊ അങ്ങനെ നോക്കുമ്പോ Ziyech and Pulisic, even as a sub I feel എന്തോ ഒരു മിസ്സിംഗ് ഇപ്പോഴും കാണുന്നുണ്ട്. I have been a long time Pulisic supporter. പക്ഷേ കഴിഞ്ഞ 1.5 കൊല്ലം 2 കൊല്ലത്തില് Pulisicന്ന് ഒന്നും കാണാൻ കിട്ടുന്നില്ല. Like absolutely nothing. There was a time when Pulisic comes, it's almost as if we won't score a goal again. ആ ഒരു സിറ്റുവേഷൻ ആണ്. So I think Pulisic will have to show something as a sub before ഒരു full start കിട്ടാൻ വേണ്ടി. അത് നടന്നാൽ then good chance. But yes, മൗണ്ടിനെ ഡ്രോപ്പ് ചെയ്യണം തന്നെയാണ് അഭിപ്രായം. കാരണം മൗണ്ട് കുറച്ച് കോംപ്ലിസെന്റ് ആവുന്നുണ്ട് Kai Havertzനെ പോലെ തന്നെ. ലൈക്ക് പുള്ളിയുടെ യൂഷ്വൽ സെൽഫ് പോലെ തോന്നുന്നില്ല. ഈ സ്റ്റോയ്ക്കൽ നിയലിസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ഫ്ലോട്ടിംഗ് 10 ഒരു 4-4-2 ഡയമണ്ട് ആണ്, വിച്ച് ഐ തിങ്ക് വി ട്രൈഡ് അറ്റ് ടൈംസ് 4-2-2 സെറ്റപ്പിൽ. പക്ഷെ ഇതിന്റെ പ്രശ്നം, ഇഫ് ഹാലൻഡ് അല്ല, സോറി, നമ്മുടെ ഹാവേർട്സ് ആ നമ്പർ 10 പൊസിഷൻ ഐ തിങ്ക് വാസ് ഹിസ് ബെസ്റ്റ് റോൾ വെൻ ഹി വാസ് എറ്റ് നമ്മുടെ ലെവർക്യൂസനിലുള്ള ടൈമിൽ. ബട്ട് അഗൈൻ ഒരു ലക്ഷറി പൊസിഷൻ ആണ് അത്. നമ്മുടെ ഇപ്പോഴത്തെ സ്ക്വാഡിൽ പറ്റുമോ എന്നുള്ള ഐ എം നോട്ട് ടു ഷുവർ. ജിത്തു ബ്രോ, വാട്ട് യു തിങ്ക്? ആർ വി യൂസിങ് ഹാവേർട്സ് റോങ്? ആസ് ഇൻ ആളുടെ ബെസ്റ്റ് ടൈം ഇൻ ദ ബുണ്ടസ്ലീഗ വാസ് ഒന്നില്ലെങ്കിൽ റൈറ്റ് വിങ്ങർ അല്ല, ഒരു റൈറ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പോലെ ബോൾ വാങ്ങുക ആൻഡ് ദെൻ ഡ്രിഫ്റ്റ് ഇൻസൈഡ്, അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു ഫ്രീ റോൾ ആയിരുന്നു. ഡു യു തിങ്ക് ചെൽസി ക്യാൻ അഫോർഡ് ടു ഗിവ് ഹിം ദാറ്റ് സോർട്ട് ഓഫ് റോൾ? ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു റോള് കൊടുത്തിട്ട് ലൈക്ക് ഫോൾസ് നയൻ ഒരു റോള് കൊടുത്തിട്ട് സെറ്റ് ആവണില്ല. ലൈക്ക് ഹീസ് വർക്കിംഗ് ഹാർഡ്, ലൈക്ക് വിന്നിങ് ഏരിയൽ ഡുവൽസ് ആൻഡ് ഓൾ, ബട്ട് ദെൻ ആ ഒരു ലൈക്ക് ഷാർപ്നെസ് ആൻഡ് ഫിനിഷിങ് അത് വരുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ലെവർക്യൂസനിൽ ഹി ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ഡാക്ക. So he had this 1-2 dark with Patson Daka. അത് it worked out really well. But ഇവിടെ അങ്ങനെ ഒരു സ്ട്രൈക്കർ ഇല്ല അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. But then he's really trying hard. വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. If we put him back to his like number 10 or like a free role position, he would be good obviously. ആ ഒരു പ്രഷർ ഉണ്ടാവില്ല ലൈക്ക് ടു സ്കോർ എവറി ഗെയിം. ഇപ്പൊ ഈ കളിക്കുന്ന കറന്റ് പൊസിഷനിൽ he has to score. ഒരു കളി ഇപ്പൊ അവൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ലൈക്ക് 3 points ക്ലീൻ ഷീറ്റ് എന്ന് പറഞ്ഞു. കുറെ ട്രോള് വന്നിരുന്നത് ലൈക്ക് ക്ലീൻ ഷീറ്റ് അറിയോ ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇതായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു പ്രഷർ അവന്റെ ഷോൾഡേഴ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ ലൈക്ക് ഹി ക്യാൻ റോം അറൌണ്ട് ആൻഡ് ക്രിയേറ്റ് സ്പേസസ് ആൻഡ് പിക്ക് ഔട്ട് എ പാസ്. ലൈക്ക് വി നോ ഒബ്വിയസ്ലി ഹൗ ഗുഡ് എ പ്ലെയർ ഈസ്, ബട്ട് ദെൻ ആ ഒരു പൊസിഷൻ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നു, എല്ലാം കൂടി ഒരു ഫാക്ടേഴ്സ് വെച്ച് ആണ്. പിന്നെ മേ ബി കുറച്ച് ഈവൻ മൗണ്ട് ആയ പോലും ബിറ്റ് ഔട്ട് ഓഫ് ഫോം ആണ് കുറച്ചിപ്പോ. അപ്പൊ ഒരു പ്ലെയർ ലൈക്ക് ഒബാമയാങ്, ഇഫ് ഹി കൻ ലൈക്ക് ഗിവ് എ കവർ, ആ ഒരു പ്രഷർ അവന്റെ ഷോൾഡറിൽ നിന്ന് പോയാൽ പിന്നെ ഹി കൻ സ്റ്റാർട്ട് പെർഫോമിങ്. ആൻഡ് ഒബ്വിയസ്ലി ഹാവേർട്സിന്റെ കേസിൽ ഹി സ്റ്റാർട്ട്സ് പെർഫോമിങ് ആഫ്റ്റർ ജാനുവരി. അതെന്താന്ന് അറിയില്ല. ലൈക്ക് ഈവൻ ഇൻ ലെവർക്യൂസന്റെ starting of the season he is not anywhere near his best, but then after January he starts to click in. ഒന്ന് തണുപ്പടിച്ച ആളാണോ എന്നാലേ അവൻ വർക്ക് ആവുള്ളൂ. ലൈക്ക് ടു സൂൺ, ലൈക്ക് 3-4 ഗെയിംസ് എല്ലാം ആയിട്ടുള്ളൂ. അപ്പൊ ഹാവേർട്സിനെ നമ്മളിപ്പോ ജഡ്ജ് ചെയ്യാനൊന്നും ആയിട്ടില്ല. ലൈക്ക് ആസ് ദ season goes by we'll get to see where he's used by Tuchel, like if he has a plan with Havertz or not. ഗോളേണ്ടതാ മറ്റേ PSG ഗോൾ അടിച്ച അങ്ങനെ ഇഞ്ചുറി കയറിപ്പോയ അടിപൊളി പ്ലെയർ. ഐ തിങ്ക് ഇപ്പൊ മോണക്കോന് വേണ്ടി കളിക്കുന്നുണ്ട് തോന്നുന്നു. വോളണ്ടും പാറ്റ്സ് ഉണ്ടാക്കിയ ഇവന്റെ ഒപ്പം കളിച്ചായിരുന്നു. അടുത്തൊരു മൂവ് മുഹമ്മദ് ബ്രോ സെയിം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാണ്, യുവർ ഫസ്റ്റ് 3 ക്യാൻ ബി എനി വൺ. ഇപ്പോ ചെൽസി ചേസ് ചെയ്ത ആൾക്കാരിൽ ഇപ്പോൾ വി ആർ ഹിയറിംഗ് ഡിപ്പായി വരാനൊരു സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ലിയോയുടെ പേര് ഡിസ്കസ് ആയി, എനിക്കും കൂടെ പേര് ഡിസ്കസ് ആയിട്ടുണ്ട്. അടുത്ത സീസണിലോട്ട് ഇഫ് ചെൽസി കണ്ടിന്യൂ ദിസ് പെൻഡിങ്, ഹൂ ഡു യു വോണ്ട് ടു ബി ദ ഫസ്റ്റ് ചോയ്സ് ഫ്രണ്ട് ത്രീ? ആസ് നിങ്ങളുടെ മനസ്സിൽ ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ഫ്രണ്ട് ത്രീ ആവാൻ സാധ്യത ഉള്ള ഒരു ഫ്രണ്ട് ത്രീ ആരായിരിക്കും ബേസ്ഡ് ഓൺ ചെൽസീസ് ടാർഗറ്റ്സ്? I'll go for Anthony Gordon. അറ്റാക്കില് റൈറ്റ് വിങ് സൈൻ ചെയ്യാനാണോ 3 പ്ലേയേഴ്സിനെ? അല്ല, അഥവാ വരാണെങ്കിൽ ചെൽസിയിലോട്ട് സൈനിങ് ആയി വരാണെങ്കിൽ ഹൂ ഡു യു തിങ്ക് വിൽ ബി ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ഫ്രണ്ട് ത്രീ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സീ ആന്റണി ഗോർഡൻ, ദെൻ സ്റ്റെർലിംഗ്. ഓബ്വിയസ്ലി നമുക്ക് റൈറ്റ് വിങ് കളിക്കും. സ്റ്റെർലിംഗ് അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് വി ക്യാൻ റീപ്ലേസ് വിത്ത് സിയക് ഓൾസോ. സ്ട്രൈക്കറായിട്ട് എങ്കുങ്കുനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് കാരണം നമുക്ക് നല്ലൊരു സ്ട്രൈക്കർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, മേ ബി ഒരു 4-5 years നമുക്ക് അവിടെ നിന്ന്. കാരണം കോസ്റ്റയാണ് എനിക്ക് തോന്നുന്നു ലൈക്ക് ആഫ്റ്റർ ദ്രോഗ്ബ നമ്മൾ ആക്ച്വലി നല്ലൊരു സ്ട്രൈക്കറാണ് കോസ്റ്റയിലാണ്. ആൻഡ് കോസ്റ്റയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് കോണ്ടന്റിനോട് മാത്രമാണ്. വേറെ ഒരാളോട് എനിക്ക് ദേഷ്യമില്ല. ആ ഒരു മനുഷ്യൻ കാരണമാണ് അത്ര നല്ലൊരു സ്ട്രൈക്കർ നമുക്ക് മിസ്സായത്. പിന്നെ എങ്കുങ്കു അത്യാവശ്യം മോശമില്ലാത്ത പ്ലെയർ ആണ്. കാരണം നമുക്ക് എന്താണ് പിന്നെ ഈ പറഞ്ഞ ഈ ഇപ്പൊ ഹാലൻഡ് ഒക്കെ കാണിക്കണ ആ ഒരു അഗ്രഷൻ ഇല്ലേ, ബ്രൂട്ട് അഗ്രഷൻ, അതായത് ഗോൾ അടിക്കാനായിട്ടുള്ള ആ ടൈപ്പ് സാധനമുള്ള പ്ലേയേഴ്സ് വന്നാലേ നമുക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹാവേർട്സിനും ഇതേപോലെയൊക്കെ പറ്റും, പക്ഷെ അതുപോലത്തെ ആ ഒരു അഗ്രഷൻ വേണം ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ. ആ ഒരു ഇത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. കാരണം ഹാലൻഡിനെ ഞാൻ പറയും, നമ്മളന്ന് ഒരു 200 million കൊടുത്തിട്ടായാലും ഹാലൻഡിനെ സൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സൈൻ ചെയ്യണമായിരുന്നു. അങ്ങനത്തെ അഗ്രഷനും, അതായത് ഫ്രം ദ ഗോൾ അടിക്കാന്നുള്ള ഒറ്റ മൈൻഡ് ഉള്ളൂ, വേറെ ഒരു പരിപാടിക്കും പുള്ളി പോകില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ള ഒരു പ്ലെയർ നമുക്ക് മസ്റ്റാണ്. പിന്നെ ആന്റണി ഗോർഡൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്റണി ഗോർഡൻ ആക്ച്വലി എവർട്ടണിൽ കളിക്കാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന മാച്ചസ് കാണലും കാര്യങ്ങളും. അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് റേറ്റ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ മൗണ്ടിന്റെ ഒരു സെയിം ലെവൽ ഓഫ് വർക്ക് റേറ്റ് ആണ്. ആൻഡ് പുള്ളി അത്യാവശ്യം ക്ലിനിക്കലാണ്. കഴിഞ്ഞ ദിവസത്തെ കളിയിലും അവൻ അത്യാവശ്യം നല്ലൊരു മൂവിലൂടെ തന്നെ ഗോൾ അടിച്ചത്. സോ ഹി ഹാസ് എൻ ഐ ഫോർ എ ഗോൾ. മൗണ്ടിന് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാനുള്ള, പക്ഷെ ഒരു ഡിഫറെന്റ് ടെക്നിക്കൽ അഡ്വാൻറ്റേജസ് ഗോർഡൻ ഉണ്ട്. ആള് ലീനാണ്, അത്യാവശ്യം നല്ല പേസ് ഉണ്ട്. സോ അത് ആക്ച്വലി നല്ലൊരു ആഡ് ഓൺ ആയിരിക്കും നമ്മൾ. കാരണം പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യണം. നമ്മുടെ പ്ലേയേഴ്സിന് ഒട്ടും പറ്റാത്ത പരിപാടിയാണ്. ഇപ്പൊ സ്റ്റെർലിംഗ് പിന്നെയും ചെയ്യുന്നുണ്ട്, പുളിസിക്ക് ഒരു പരിധി വരെ ചെയ്യുന്നു. പക്ഷെ പുളിസിക്ക് വെരി റീസെന്റ് പാസിലൊന്നും ഞാൻ പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ കാലിൽ നിന്ന് ബോൾ പോകും, അല്ലെങ്കിൽ പ്ലെയറിനെ എന്താണ് ടാക്കിൾ ചെയ്ത് വീഴും. അതേ നമുക്ക് ടേക്ക് ഓൺ ചെയ്യാൻ പ്ലേയേഴ്സ് ഇല്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെൽസിക്ക്. അത് ടുക്കിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു 1-on-1 ക്വാളിറ്റി ഉള്ള പ്ലെയർമാർ തീർച്ചയായിട്ടും വേണമുള്ള സ്ക്വാഡ്. ആൻഡ് ഈസ് ബീൻ ചേസിങ് ദ സെയിം കുറെ കാലമായിട്ട്. അക്ഷയ് പോഡ്വാൾ പറഞ്ഞ പോലെ ഒരു റീസെന്റ് ഡ്രീമിൽ റോബ് ബ്രാഡ്ലി പറഞ്ഞതാണ് ദാറ്റ് കിയേസ ഫിറ്റ് ആയിരുന്നെങ്കിൽ 100% ചെൽസി വുഡ് ഹാവ് ചേസ്ഡ് ഹിം. ചെൽസി ബോർഡ് ആൻഡ് സ്പോർട്ടിംഗ് സ്ട്രക്ചർ വളരെ വലിയ ഫാൻസ് ആണ് കിയേസയുടെ. അപ്പോൾ അടുത്ത സീസൺ ചിലപ്പോൾ വി മൈറ്റ് സി എ മൂവ് ഫോർ ഹിം ആസ് വെൽ എന്ന് കാണുന്നുണ്ട്. ദ ജോക്കർ സേയിങ് ദാറ്റ്
റിമൈൻഡഡ് മീ ഷെയ്ഡ് ഓഫ് കോസ്റ്റ്. ആ ഒരു ഫസ്റ്റ് ബോൾ വന്ന ഉടനെ ഐ തിങ്ക് ഈ ഷോട്ട് ദാറ്റ് ഡ്രൈവ് സൈഡിൽ ഷോൾഡർ ട്രിപ്പിൾ ഉണ്ടായിരുന്നു, ടേക്ക് ഓൺ ചെയ്തിട്ട് മറ്റേ ഷോൾഡർ കൊണ്ട് പുഷ് ചെയ്തിട്ടിട്ട്. പക്ഷെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇത് കണ്ടിട്ട് ഈ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ തൃപ്തിപ്പെടുകയാണ്. അത്രയും ദാരിദ്ര്യമാണ് ഇപ്പൊ. ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുമ്പോ തന്നെ നമ്മള് മറ്റേ വലിയ മഴ നനഞ്ഞ അവസ്ഥയിലുള്ളത്. ഒരു ടൈമിൽ ഡ്രോഗ്ബ മറ്റേ ഇവര് വിഡിച്ചും ഫെർഡിനൻഡിന്റെ ഒക്കെ എതിരെ ചെസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടാകും. അത് കണ്ടുനിന്ന് ശരിതാ, ഒരാൾ വെട്ടിച്ചൊരു ഡിഫൻഡറിനുള്ളതിൽ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതാണ് എവിടെയെങ്കിലൊക്കെ തുടങ്ങണം. ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ. സാവിയം പറയുന്ന വെരി വാലിഡ് പോയിന്റ്, മോർ അഗ്രസീവ് ആൻഡ് ഫിസിക്കൽ. ആൻഡ് കഴിഞ്ഞ സീസൺ സൗത്ത് ആംപ്ടണിൽ നമ്പേഴ്സ് കുറച്ച് ഷോകാണെങ്കിലും ഐ തിങ്ക് ഹി ഹാസ് അണ്ടർലൈങ് സ്റ്റാറ്റ്സ് ഒക്കെ വേർ ഗുഡ് ഫോർ ലാസ്റ്റ് ഇയർ. ഈ സീസൺ ഷുഡ് ഡെഫിനറ്റ്ലി ബി ഗിവൻ മോർ ഗെയിം ടൈം. ഐ തിങ്ക് നമ്മൾ അത്യാവശ്യം കവർ ചെയ്യേണ്ടതെല്ലാം കവർ ചെയ്തു. എനി ക്ലോസിംഗ് പോയിന്റ്സ്, ഒരു റൗണ്ട് ടേബിൾ പോലെ പോവാ. ആസ്പിൻ, എനിത്തിങ് യുഡ് ലൈക്ക് ടു സേ? വിൻഡോ ക്ലോസ് ചെയ്യുമ്പോ എനി ക്ലോസിംഗ് തോട്ട്സ്? സക്കറിയയുടെ സ്ഥലത്ത് എന്താ പറയുക, ഹാവ് ജോർജീനിയോ. സോ മേ ബി ജോർജീനിയോ സക്കറിയ വർക്ക് പ്രോപ്പർലി. സക്കറിയയുടെ വർക്ക് റേറ്റ് ഒരു ഇഷ്യൂ ആവാതിരുന്നാൽ മതി. കാരണം സംടൈംസ് ഈ പറഞ്ഞ പോലെ ബundesliga-ലായിരുന്നപ്പോഴും ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പോയതാ, പിന്നെ തിരിച്ചു വരാനുള്ള ഒരു ഇന്ത്യന്റെ കാണാറില്ല. ബട്ട് ദെൻ players mature with age, so എന്താ പറയുക, he was a young player then, he is a bit more older and wiser now. So എന്താ നമുക്ക് കണ്ടറിയാം, എസ്പെഷ്യലി given the pace of Premier League, one mistake in cost you a goal, അതിലോ ഡൗട്ടും ഇല്ല. തിയാഗോ സിൽവ himself learned it the hard way. So midfield issues probably Zakaria should be able to fix. Band-aid എങ്കിൽ band-aid, ലോൺ എങ്കിൽ ലോൺ. ബട്ട് ഗോയിങ് ഫോർവേഡ് ഞാൻ എപ്പോഴും കൺസേൺഡ് ആണ്. ബട്ട് എന്താ ഒന്ന് പറഞ്ഞ പോലെ കുക്കർ വളരെ വെർസറ്റൈൽ ആണ്, അതാണ് ഇതാണ്, കളിക്കുന്ന പ്ലേയേഴ്സും വെർസറ്റൈൽ ആണ്. കുറെ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. വി നീഡ് ടു സീ ദാറ്റ് വെർസറ്റൈലിറ്റി നൗ. സോ പിന്നെ ബ്രോഗയുടെ കാര്യം, ഐ റിയലി വാണ്ട് ടു സീ ഹിം പെയ്ഡ് സ്റ്റെർലിംഗ് സ്റ്റാർട്ടിങ് എ മാച്ച്. അത് എത്രയും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. പെർഫെക്റ്റ്. ഗിരീഷ് ബ്രോ സെയിം. അരവിന്ദ് ബ്രോയുടെ ഒരു വെരി വാലിഡ് കമന്റ് ഉണ്ട്. നമ്മുടെ അറ്റാക്കർമാര് പലപ്പോഴും വേണർ ഒരു 2 സീസൺ ഹി മേഡ് എ നമ്പർ ഓഫ് വണ്ടർഫുൾ റൺസ്, വി ഇഗ്നോർഡ് ഹിം ഫോർ 2 years. ആൾ ഗതിയിട്ട് ഓടി ടു ലീപ്സിക്കെന്നും പറയുന്ന കുറച്ച് പേരുണ്ട്. ആ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. വാട്ട് ആർ യുവർ ഹോപ്സ് ഫോർ ദിസ് സീസൺ ഫോർ അവർ അറ്റാക്ക്? മൗണ്ട് ആൻഡ് അതർ പ്ലേയേഴ്സ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടോ? ഓർ ഡു യു തിങ്ക് വി സ്റ്റിൽ നീഡ് ടു എക്സ്പ്ലോർ ദ മാർക്കറ്റ് ഇൻ ജനുവരി? ഒന്നാമത് ഐ ഡോണ്ട് തിങ്ക് ജനുവരിയിൽ നമ്മൾ അധികം ബിസിനസ് നടത്താറില്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു കീപ് ഹോപ്സ് ഓൺ ദാറ്റ്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് മൗണ്ട് നല്ല പുവർ ഫോം ആയിരുന്നു. ആൻഡ് ഹി ഈസ് ബീൻ ലിറ്ററലി ആർ മോസ്റ്റ് about it in the last 3 seasons. So I still have that hope he will come back up. Havertzന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്, because I have never been like wow about Havertz since he's come to the club, honestly speaking. ഒന്നോ രണ്ടോ ബ്രൈറ്റ് മൊമെന്റ്സ് ഉണ്ട്, he has given us iconic moments. പക്ഷേ ആ ഒരു എന്താണ്, I never found him as dependable for any game. ഒരു ബിഗ് ഗെയിം എന്നാൽ okay fine, he's going to be there for us. ആ ഒരു ഫീലിംഗ് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. So that's a bit difficult. പക്ഷെ overall, if I want to comment on the window, overall I'm extremely happy. ശരിക്കും പറഞ്ഞാൽ like I don't see a better window happening. Like if you tell me at the start of the transfer window that we have replaced our 2 defenders that have gone, we have brought in some sort of an attacking reinforcement, we have also gotten some sort of a DM in place. Yes, it might be stopgap. In fact, നമ്മുടെ ഡിഫൻസ് ഇപ്പൊ ശരിക്കും നോക്കിയാൽ it's a very 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 solid defense with Cucurella, Fofana and Koulibaly in place. It's a very solid defense on paper for sure. അപ്പോ on paper we have solved a lot of issues. നമ്മുടെ outgoings നോക്കിയാൽ we have sold out a lot of deadwood. And നമ്മുടെ മറീനയിലുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം അതായിരുന്നു, we are pricing all these deadwoods out of a move. And ഇപ്രാവശ്യം നോക്കുമ്പോൾ ബോളി just didn't care about it. He just wanted them out as soon as possible. And that is a very very good move according to me. അങ്ങനെ നോക്കിയാൽ like looking at the context, നമ്മുടെ 2 മെയിൻ ഡിഫൻഡേഴ്സ് പോയിരുന്നു സ്റ്റാർട്ട് ഓഫ് സീസൺ. And പുതിയ ownership, there is no director of football. Tuchel and Boli are working overtime to get these signings done. I couldn't have asked for a better window. നമ്മുടെ പുതിയ സൈനിങ്സ് ഇപ്പോൾ വന്ന് നോക്കിയാലും like Sterling and all have performed really well. Sterling, Koulibaly and for that matter Cucurella. Yes, Koulibaly one bad game ആയിരുന്നു, പക്ഷേ whatever. Like overall it's a very good performance they've given so far since they've gotten. And I expect that from the other signings as well. Yes, it could go down south. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ it is football, it can go wrong. But as far as summer transfer window is concerned, I couldn't have asked for anything better. Done. Set ആണ്. Ajib bro, again your thoughts on the overall window? I think ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ like
the leadership of Rudiger was replaced really well with Koulibaly. And Koulibaly, Silva ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ I feel like Chelsea ഫാൻസിന് അത്ര worry-ഇല്ല. Yes, Koulibaly had a bad game against which game was that? Leeds. No, not Everton. Leeds, Okay, Leeds. Leeds, yes. Yeah. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഐ തിങ്ക് the best signing of the season so far is Cucurella. കാരണം what it does is it gives competition for that Chilwell position. Chilwell ഇപ്പോ ഒരു ലോങ് ടേം ഇഞ്ചറിന് ശേഷമാണ് ഇപ്പോ വരുന്നത്. സോ ഹി ഈസ് ഓൾസോ അപ് ടു സ്പീഡ്. ലൈക്ക് പുള്ളിയും ലൈക്ക് ഒരു കളിയില് he started the first game and he looked a little bit off. പക്ഷെ എന്നാലും പുള്ളി നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. സോ the competition brings that, keeps him on the edge. And what it does is when Chilwell plays on as a wing back, കാരണം I feel Chilwell ആണ് കുറച്ചുകൂടി naturally wing back ആയി കളിക്കാൻ suited ആയ ഒരു player. So Cucurella can play as a left wing back. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ it brings that depth in that position. ആ റീസിന്റെ സൈഡിൽ ഡെപ്ത് ഇല്ലാത്തതിന്റെ ഒരു സിറ്റുവേഷൻ, we have signed Fofana, so Reece can play in his position. But when Reece is injured, again ആ issue ഉണ്ട്. പക്ഷേ overall we have, if we have signed Sterling. Sterling is a brilliant signing, I feel. കാരണം ആ issues in front of goal, Sterling has been the scorer in the last 2 games. അത് ക്ലിയർ ആണ്. അപ്പോ വിൻഡോയുടെ കാര്യത്തിൽ I agree with Girish a lot in that we got the best window. ഈ ഓണർഷിപ്പ് വന്നതിന് ശേഷം ചിലപ്പോ വേറൊരു ഓണർ ആയിരുന്നെങ്കിൽ, we have seen worse owners coming to football and maybe ഇത്രയും സൈനിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ we got so many players through the door and we got so many deadwoods out of the door. So brilliant transfer window in that regard. പക്ഷെ one concern is that our squad players, നമ്മുടെ RLCs are Gallagher is right now a squad player. അപ്പൊ Gallagher, Broja and even Chalaba, ഈ പ്ലേയേഴ്സ് ഒക്കെ ക്രൂഷ്യൽ ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മിനിമം 1 കപ്പ് എങ്കിലും നേടാം. കാരണം ചെൽസിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഫാൻസ് ആർ നോട്ട് ഹാപ്പി. വി ഓൾവേസ് വാണ്ട് ടു വിൻ ട്രോഫീസ്. സോ ലീഗ് ഇറ്റ് ഡസന്റ് ലുക്ക് വെരി ലൈക്ലി. അപ്പൊ ലീഗിന്റെ കേസിൽ ഐ എം നോട്ട് ഹാവിംഗ് മച്ച് ഹോപ്സ്. Like as been said, we are mostly a top 4 side in that regard. പക്ഷേ cup, at least minimum 1 cup, hopefully the Champions League, because Champions League is the big prize. അങ്ങനെ നോക്കുമ്പോൾ I feel the squad players is what is going to make the difference for Chelsea. So I have major hopes on RLC, especially because he's been ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഹെബർ, you are the biggest fan of RLC. So RLC കഴിഞ്ഞ 2 സീസണില് ഭയങ്കര സ്റ്റോപ്പ് ഗ്യാപ്പ് ആണ്. ലൈക്ക് 2 കളിയിൽ സൂപ്പർ പെർഫോമൻസ്, അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഫേഡിങ് ഔട്ട്. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് റണ്ണ് പുള്ളിക്ക് കിട്ടുകയാണെങ്കിൽ പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യണം തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഹീസ് കം അറ്റ് ദാറ്റ് ഏജ്. പുള്ളി ക്ലബ്ബ് ഒന്നെങ്കിൽ ഈ കണ്ടിന്യൂസ് ചെൽസി ഓർ ഹി ലീവ്സ്, ആ ഒരു ഏജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ such players have to show their potential. Means they have the potential, they have to just show their strength. ചാമ്പ്യൻസ് ലീഗ് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ആഗ്രഹിച്ചൂടെ? ചെൽസി ഫാൻസ് അല്ലേ, തീരെ പ്രതീക്ഷയാതെ 2 സീസണിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചത്. അതേപോലെ ഇത്രയും നെഗറ്റീവായി തുടങ്ങിയ ഒരു സീസണിൽ എല്ലാവർക്കും ഒരു സ്വപ്നം. ജിത്തു ബ്രോ, അഗൈൻ നിങ്ങൾക്ക് ഈ സീസൺ ഐ എം ഷുവർ യു വിൽ ഹാവ് ദ ചാൻസ് ടു വാച്ച് ചെൽസി ഇൻ പേഴ്സൺ ഓൾസോ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഫിക്സ്ചർ നോക്കി വെച്ചിട്ടുണ്ടോ? ആസ് ഇൻ സ്റ്റാർട്ടിങ്ങിലില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് ഓർത്ത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പോയാൽ നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗെയിം പോകാനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഹാവർട്സ്, ലൈക്ക് ഡിയാബി അറിഞ്ഞ ആ പ്ലെയർ ഡാക്കല്ല, മാറിപ്പോയി. രണ്ടുപേരും കാണാൻ മാത്രം കളിക്കുന്ന ഒരുത്തൻ പേര് മാറിപ്പോയി. പിന്നെ later on, like after like 2-3 games probably, like ഒബമയാങ് ഒക്കെ ഒന്ന് ഫിറ്റ് ആയി വരുമ്പോ പോകാനാണ് പ്ലാൻ. ഹോപ്പ്ഫുള്ളി അപ്പോഴേക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ന്യൂസ് ആയിട്ട് ജിത്തു ബ്രോ വാസ് ഇൻ ദ സ്റ്റേഡിയം ഫോർ ദ ലീഡ്സ് മാച്ച്. നമ്മുടെ ഏറ്റവും അടിപൊളി മാച്ച് ലൈവായി കാണാൻ ഒരു അവസരം. ഇല്ല, അത് കണ്ടില്ല ആക്ച്വലി. അതില് ഞാൻ വർക്ക് ചെയ്യായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ലൈക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, പക്ഷെ അതിനു മുമ്പ് ലൈക്ക് ലേറ്റ് ആണ് സ്ക്രീൻ, ഇത് ടിവിയിൽ വരുന്ന ലേറ്റ്. അതിന് ഒരു 5 seconds മുമ്പ് സംഭവം നടന്നു. ആ സ്ക്രീനിലൂടെ നമുക്ക് മനസ്സിലാവും ഗോൾ അടിച്ചോ ഇല്ലയോ എന്ന്. അതൊരു ഭാഗ്യ കരുതിയാൽ മതി ആ കളി കാണാൻ പറ്റാത്തതിൽ. നിങ്ങൾ ഉടനെ കാണാം.
സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ സീസൺ ഇനിയും കളി കാണാൻ പറ്റിയത് ആകാംക്ഷിക്കുന്നു. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു മുഹമ്മിൻ ബ്രോ. ഡ്രോപ്പ് ചെയ്തു എന്ന് I തോന്നുന്നു. would have അരവിന്ദ് ബ്രോ really liked to see Ibrahim Sangare just for Aston. ഇബ്രാഹിം സങ്കറെ മേ ബി ആസ്പൻ ആണ് ഈ പ്ലെയറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ കേട്ടേക്കണം. അതുകൊണ്ട് അതിനുശേഷം ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ആ പ്ലെയറിനെ. അയ്യോ അല്ല, ഒരു എനിക്ക് ഫാൻ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഡിന് ഒരു പ്രസൻസ് ഇല്ല. അതവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല ആൾക്കാർ. അൺലെസ് കാണ്ടെ ഇസ് പ്ലേ. കാണ്ടെ ഉണ്ടെങ്കിൽ ഈസ് ഓൾമോസ്റ്റ് എന്താ പറയുന്ന ഫുള്ളി ഫിറ്റ് കാണ്ടെ ഹി ഹാസ് സം പ്രസൻസ് ടു ഹിം. അല്ലെങ്കിൽ ജോർജിനോ ഗെറ്റ്സ് ഓവർ ആൻഡ് വെരി ഈസിലി. ലീഗ്സിലെ കളിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ. ജോർജിനോ ഡിഡ്ന്റ് എക്സിസ്റ്റ് ഫോർ ദാറ്റ് മിഡ്ഫീൽഡ്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ സാങ്കരേനെ പോലെ ഒരു ഭയങ്കര ലോൺ ഡോമിനേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള എന്തായാലും ആവശ്യമാണ്. അല്ല, ഇനി സാങ്കരനെ വേണമെന്നില്ലായിരുന്നു. ആ മിലിങ്കോവിച്ച് സാവിച്ചിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ട്രാൻസ്ഫർ വിൻഡോയിലും മര്യാദയ്ക്കൊന്ന് അപ്രോച്ച് ചെയ്തായിരുന്നെങ്കിൽ കിട്ടിയേനെ. ക്വാളിറ്റി ഓഫ് ദ പ്ലെയർ ചുമ്മാ എല്ലാരും നോക്കിയിട്ട് കിട്ടൂല. ദ ക്വാളിറ്റി ഓഫ് പ്ലെയർ ഈസ് കിട്ടൂല. അവസാനം ചെന്ന് നമ്മൾ മുട്ടിക്കഴിഞ്ഞാൽ തുറക്കുന്ന ഒരു ഡോർ അല്ല അത്. ഹി നോസ് ദാറ്റ് ഹി ഈസ് എ ബിഗ് പ്ലെയർ, അതിൽ ഡൗട്ടില്ല. സാവിച്ചിനെ പറ്റിയാ പറയുന്നു, മിലിങ്കോവിച്ച് സാവിച്ചിനെ പറ്റിയാ പറയുന്നത്. അതെ അതെ, ഇന്നലെ അസിസ്റ്റ് കണ്ടിരുന്നല്ലോ അവന്റെ മറ്റേ ടൂ മൊബൈല് ഗോൾ അടിച്ചത് മൊബൈലും. ആ സൈസുള്ളൊരു പ്ലെയർ ടു ബി ദിസ് സ്മൂത്ത്, അതും ഹീസ് റണ്ണിങ് ബിയോണ്ട് ദ ഫൈനൽ സ്ട്രൈക്കർ. പലപ്പോഴും സാരി ബോൾ ഈ സീസൺ സെറ്റ് ആവും തോന്നുന്നു. ഐ തിങ്ക് ഹി ഹാസ് പ്ലേയേഴ്സ്. ആ ലൂയിസ് ആൽബർട്ടോ ഉണ്ട് ആ മിഡ്ഫീൽഡില്. ഒരു അവരുടെ മറ്റേ CDM ഫസ്റ്റ് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇതിനു മുന്നേ. കെറ്റാലിറ്റിയോ ഏതോ ഒരു 28 ആയിരുന്നു. ഇപ്പം മാറി പുതിയ പ്ലെയർ വന്നിട്ടുണ്ട്. കെറ്റാലിറ്റി അതന്നെ, ഒരു 28 വയസ്സ് വരെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ആ ടീം ഓടുന്ന ഫുൾ മറ്റേ മിലിങ്കോവിച്ച് സാവിച്ച് പ്ലസ് ലൂയിസ് ആൽബർട്ടോ, റോമഗ്നോലി ഒക്കെ ഉണ്ട് ആ ടീമിൽ. സെറ്റാണ്. മറ്റേ സീരിയ ദിസ് ഇയർ ഇസ് ഫൺ. കുറെ ടീമുകൾ സെറ്റ് ആയിട്ടുണ്ട്. നാപ്പോളി ഗോൾ അടിക്കാൻ ആളുണ്ട്, അതാണ് നമുക്കില്ലാത്തത്. സീറോ By the way, നമ്മുടെ ഹാർവി ബെയിൽ ലോൺ to Hull City, so that's a good thing. And he signed a new 4-year deal also, so he's not going anywhere. It's a good thing. പുലിസിച്ച് ടു ന്യൂകാസിൽ അനൗൺസ്മെന്റ് ആയോ? Announcement ആയിട്ടില്ല. റോമിനെ പറ്റി ഹൈപ്പ് കേൾക്കുമ്പോൾ ഇത്രയും സന്തോഷമുള്ള ഒരു മൊറീനിയോ ഒരു ലീഗ് ടൈറ്റിലും കൂടെ അടിച്ച് അങ്ങനെ റിട്ടയർമെന്റ് പണ്ടിട്ട് ലൈഫിലോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ആൾക്കാർ ആ ഒരു മൊറീനിയോ കാണ്ട് കോച്ച് ആൻഡ് അറ്റാക്ക് എന്നുള്ള ഒരു വർത്താനേ എനിക്ക് കേൾക്കരുത് എവിടെയും. ഈ ജെറാർഡ് റൊമേറോ എപ്പോഴും ബോംബ് പൊട്ടിക്കും. ഒരു ലീഗ് കൂടി അടിച്ചാല് ജോസ് വിൽ ബി ലൈക്ക് അങ്ങനെ നോക്കുമ്പോ റോമയില് റോമ അത്ര ഒരു ഡിപ്പ് കഴിഞ്ഞിട്ട് കയറി വരുന്ന ഒരു ടീമാണ്. സോ ലാസ്റ്റ് ഇയർ അവര് ഒരു ട്രോഫി കുറെ കാലത്തിന് ശേഷം ജയിച്ചപ്പോ തന്നെ ദെയർ ഫാൻസ് ആർ റിയലി ഹൈപ്ഡ് അപ്പ്. ഇപ്പൊ ഈ സീസണിൽ അവര് എന്തെങ്കിലും they have got lot of players ഡിബാല ഒക്കെ വന്നിട്ടുണ്ട്, ഈവൻ ടാമി അബ്രഹാം സ്കോറിംഗ്. This season I'm not sure, I'm not followed them, but the hype is real. Maybe last season they missed top 4, just in a top 4 മിസ്സാക്കിയ. Maybe top 4 ആയിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ്. ഈ സീസൺ നൈസാ. മാറ്റിച്ച് വന്നിട്ടുണ്ട്, വൈറ്റ്നാൽഡും വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ അറ്റാക്കിലും ഡിബാല, സാനിയോലോ ആൻഡ് ടാമി സെറ്റാണ്. ഒരു 3 പേരുടെ കളി കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് ഐ തിങ്ക് ഒരു ഫാൻ ഇസ് ജസ്റ്റ് സേയിങ് ദാറ്റ് ഹീൽ ബി ദേർ ടു വാച്ച് ചെൽസി വേഴ്സസ് വെസ്റ്റ് ഹാം. വി ഓൾ ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം. ഒരു തോൽവി കാണാണ്ട് തിരിച്ചെത്താൻ പറ്റട്ടെ എന്ന് എല്ലാവരും. ആൻഡ് ജിത്തു ബ്രോന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് ടു കാച്ച് ദ മാച്ച് വിത്ത് ഹിം. ജെറാർഡ് റൊമേറോ വെറൈറ്റി ആയിരുന്നു. ഐ തിങ്ക് വെറൈറ്റി അല്ല എന്ന് ഐ തിങ്ക് സമ്മൺ കൺഫേംഡ്. അപ്പൊ വേറെ ഏതോ ഒരു വലിയ മൂവീസ് ഹാപ്പനിങ് ഐ തിങ്ക്. കുറെ നേരമല്ലോ യൂഷ്വലി ഡെഡ് ലൈൻ ഡേ ട്രാൻസ്ഫേഴ്സ് വളരെ ക്വിക്ക് ആയിട്ട് ഡെഡ് ലൈൻ ഡേയിൽ ന്യൂസ് ഒന്നും കിട്ടാനായിട്ട് ഹൈപ്പ് വെച്ചോണ്ടിരിക്കാൻ വേണ്ടി അവനെന്തോ അടവർക്ക് ചെയ്യണേ, വേറൊന്നുമല്ല. ഹി ഹാസ് മെയ്ഡ് ഹിസ് റെപ്യൂട്ടേഷൻ. ഇനി എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. ഞാൻ ആലോചിക്കുകയാണ് എമൗണ്ട് ഓഫ് മണി ഹി ഹാസ് മെയ്ഡ്. ട്രാൻസ്ഫർ കണ്ടന്റ് ക്രിയേഷൻ ഇസ് ഒരു ഹ്യൂജ് ബിസിനസ്. സമ്മതിക്കണം. ട്വിച്ചിലിരുന്ന് പണി നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയും കേൾക്കാത്ത ഒരാൾ ഇതിനു മുമ്പ് ഐ ഡോണ്ട് തിങ്ക് he was even relevant or even existing. ഈ ഒരു സിംഗിൾ ഫെക്കീർ ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതും കുറച്ച് മുമ്പ് ക്ലിയർ ആയി. ഫെക്കീർ അല്ല. ഫെക്കീറിന് ഇത്ര ബിൽഡപ്പ് ഒക്കെ വേണോ? ഫണി പാർട്ട് ഇത്രയും വലിയ ജേർണലിസ്റ്റ് ദേ ആർ
denying 1-1 options. So it's like, it doesn't make sense. Like, what does Gerard Romero know that nobody else knows? ഏതോ വകയില അമ്മാവൻ ബാർസ ബോർഡിലുണ്ട് തോന്നുന്നു മൂപ്പരെ കെഞ്ചി ന്യൂസ് പറഞ്ഞു. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്ന ഒരു ബഗ് വെച്ചിട്ടുണ്ട് ബാർസ ഡ്രസ്സിംഗ് ഓവർ ബാർസ ട്രാൻസ്ഫർ ഡിസ്കഷൻസ് റൂമില്. അത് വഴിക്ക് വെക്കാൻ തോന്നുന്നു. 100% റെക്കോർഡ് when I attend live matches at the bridge. ഒരു സ്പോൺസർഷിപ്പ് മൂപ്പര് എല്ലാ ആഴ്ചയും ബ്രിഡ്ജിലോട്ട് അയക്കാൻ. ഞാൻ ലാസ്റ്റ് കണ്ട കളി റയൽ മാഡ്രിഡ് ആയിരുന്നു പൊട്ടി. പക്ഷേ നിങ്ങൾ ഒരിക്കലും പോകരുത്, ഇങ്ങേരെ എല്ലാ ആഴ്ചയും പോണം. അതാണ് മനസ്സിലാക്കിയത്. ഞാൻ ഒരു കളിയെ തോറ്റുള്ളൂ, പക്ഷെ റയൽ മാഡ്രിഡ് ആയിരുന്നു. അത് ഭയങ്കര ഇതായിപ്പോയി. ആ ലുക്കാക്കോന്റെ മിസ് പറഞ്ഞിട്ട് കാര്യമില്ല, മറക്കന്നെ. ഐ തിങ്ക് 12:30 ആയി. ഞാൻ മെല്ലെ പോയി ലെസ്റ്റർ യുണൈറ്റഡ് കാണട്ടെ. ദിസ് വാസ് ഗ്രേറ്റ് ഫൺ. Transfer season also drawing to a close. Thank you everyone for tuning in. Thank you Aspin, thank you Jittu, thank you Girish bro. Kanam. Bye guys.